ഏറെ കോടി ജന്മത്തെ പുണ്യുണ്ടെങ്കിൽ മാത്രമാണ് ഒരു ശിവക്ഷേത്രത്തിന്റെ പരിസരത്ത് വന്ന് ജനിക്കാൻ സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. എങ്കിലും ശിവക്ഷേത്രത്തിന് ഒരു പ്രാധാന്യം പൊതുവിൽ പറയാനുണ്ട്. ഭഗവാൻ മഹാദേവൻ എന്ന് പറയുന്ന സങ്കല്പം നമുക്കൊക്കെ തന്നെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് പറയുമ്പോൾ നമുക്കൊക്കെ തന്നെ ഉണ്ണി എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പനാണ്. അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഗദംബികയാണ്. എടപ്പള്ളി ഉണ്ണി എന്ന് പറയുമ്പോൾ ഒരാളെ കൂടി സ്മരിക്കാതെ ഇവിടുന്ന് മുന്നോട്ട് പോകുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെ എടപ്പള്ളിയുടെ കൂടെ ദേശനാഥനായിട്ടുള്ള ആ മഹാഗണപതി ഭഗവാന്റെ പ്രക്കാലത്ത് സാഷ്ടാംഗം നമസ്കരിക്കുന്നു. പൂർണ്ണത്രേശ്വരനെ നമസ്കരിക്കുന്നു. ചോറ്റാനിക്കര ദേവതയ്ക്ക് നമസ്കരിക്കുന്നു. എറണാകുളം ആണ് എറണാകുളത്തപ്പനെ നമസ്കരിക്കുന്നു. സർവോപരി പുതുക്കലോട്ടത്തപ്പനെ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. എറണാകുളം എന്ന സ്ഥലം തന്നെ മഹാദേവന്റെ പേരുകൊണ്ടാണ് ലോകം മുഴുവൻ കേൾവി കേട്ടിട്ടുള്ളത്. ഈ ഋഷിനാഗകുളം എന്ന് പറയാറുണ്ട്. അതല്ലാതെ വ്യാഖ്യാനം കൂടിയുണ്ട്, ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ഇറയിനാർ കുളം എന്നാണ്. ഇറയും പിറയും സൂടിയവൻ എന്നാണ് തമിഴിലും ഭഗവാനെ വിളിക്കുക. അതായത് ഗംഗയും ചന്ദ്രക്കലയും, അങ്ങനെയുള്ള ഇറയി ചൂടിയവന്റെ കുളം, അതാണ് എറണാകുളം എന്നാണ് വ്യാഖ്യാനിക്കാറുള്ളത്. അങ്ങനെയുള്ള ഭഗവാന്റെ ഉത്സവ ചടങ്ങുകളുടെ കൊടിയേറ്റാണ് ഇപ്പൊ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കൊടിയേറി ഇനി വരുന്ന ഏതാനും ദിവസങ്ങൾ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഉത്സവത്തിന്റെ ദിവസങ്ങളാണ്. നിരവധിയായിട്ടുള്ള ആധ്യാത്മികമായിട്ടുള്ളതും കലാപരിപാടികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. എല്ലാത്തിലും പങ്കെടുക്കുക. നമ്മുടെ സ്വന്തം വീട്ടിലൊരു ചടങ്ങ് എങ്ങനെയാണോ നടക്കാറുള്ളത്, ആ സമയത്ത് നമ്മൾ എത്രത്തോളം ശ്രദ്ധ കൊടുക്കാറുണ്ടോ അത്രത്തോളം ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി ഈ ഒരു ഉത്സവകാലം മുഴുവൻ ഭഗവാന്റെ അടുത്തിരിക്കാൻ, ഭഗവാനോട് ചേർന്ന് നിൽക്കാൻ, ആത്യന്തികമായി ഭഗവാനെ കൂടുതൽ മനസ്സിലാക്കാൻ നമ്മളെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഞാൻ എടപ്പള്ളി ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളതാണ്. ഞാൻ അമൃത ടിവിയിൽ സന്ധ്യാദീപം എന്ന് പറഞ്ഞ ചെറിയൊരു പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്തൊക്കെ വന്ന് താമസിക്കുന്ന എടപ്പള്ളിയാണ്. എന്റെ സന്ധ്യാദീപത്തിന്റെ ഷൂട്ടിന് മുമ്പായി ഞാൻ എല്ലാ ദിവസവും എടപ്പള്ളി ഗണപതിമ്പലത്തിൽ പോയിട്ടാണ് പോകാറുള്ളത്. നമുക്കറിയാം, ഞാൻ ഇവിടുത്തെ കഴിഞ്ഞ ദിവസം ദത്താത്രേയ ക്ഷേത്രത്തിൽ ഒരാളൊരു ഭാഗ്യം ഉണ്ടാക്കി ഇവിടെ വരുന്നത് ആദ്യമായിട്ടാണ്. അത് വന്നതും ഭഗവാന്റെ തൃക്കൊടിയേറ്റ് ദിവസമായത് വലിയ പ്രാധാന്യമുള്ള ദിവസമായതുകൊണ്ട് കൂടുതൽ സന്തോഷം. നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചതിലും വലിയ സന്തോഷം. ഈ ഒരു സമയത്ത് ഇത്രയും നേരമൊക്കെ മാറ്റിവെച്ച് ഈ പ്രഭാഷണം കേൾക്കാൻ നിങ്ങൾ എല്ലാവരും വന്നതിലും ഒരുപാട് സന്തോഷം. മഹാദേവനെ കുറിച്ച് സംസാരിക്കാം എന്നാണ് വിചാരിക്കുന്നത്. അതെ, ഇതൊരു എന്നെ കുറിച്ച് പൊതുവിലുള്ളൊരു എന്താ പറയുക അപഖ്യാതി. ഏത് ക്ഷേത്രത്തിൽ വിളിച്ചാലും ആദ്യത്തെ ഒരു 10 മിനിറ്റ് അവിടുത്തെ ദേവനെ കുറിച്ചും ബാക്കിയുള്ള 1 മണിക്കൂർ ഗുരുവായൂരപ്പനെ കുറിച്ച് സംസാരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് ഈ ഭേദഭാവം വേണ്ട. വിഷ്ണു എന്ന് വിളിച്ചാലും ശിവൻ എന്ന് വിളിച്ചാലും അത് ആത്യന്തികമായി ഒരു ചൈതന്യത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്ന് വിശ്വസിക്കുന്ന സനാതന ധർമ്മത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. നമുക്കതങ്ങോട്ട് വല്ലാണ്ടങ്ങോട്ട് മനസ്സിലായിട്ടുണ്ടോ എന്നൊരു പ്രശ്നം ഇന്നും ഉണ്ട്. ഇന്ന് പല ആളുകളും വിഷ്ണു ആണോ വലുത്, ശിവനാണോ വലുത് എന്ന് പറഞ്ഞ് അടി കൂടുന്ന കാലമാണ്. ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന ചില ഭക്തി പ്രസ്ഥാനത്തിന്റെ സ്വാധീനം കൊണ്ട് ശിവൻ എന്തോ മോശമാണ് എന്നുള്ളൊരു വ്യാഖ്യാനവും പലരും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അതിന്റെ അപകടമായിട്ടുള്ളൊരു സാഹചര്യം കണ്ടു. ചെറിയൊരു കുട്ടി, ഞാൻ പൂനെ പോയ സമയത്ത് കേരളത്തിൽ അതിന്റെ ഭീഷണി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അത് പറഞ്ഞു തുടങ്ങണേ. പൂനെയിൽ 3 പ്രഭാഷണങ്ങളുണ്ടായിരുന്നു. രാവിലെ 1, ഉച്ചയ്ക്ക് 1, വൈകുന്നേരം 1. ഇങ്ങനെ ഗുളി കഴിക്കണ പോലെ ഞാൻ പ്രഭാഷണം നടത്തിയിരുന്നു. അതിൽ ഉച്ചയ്ക്കുള്ള പ്രഭാഷണം ഞാൻ ജീവിതത്തിൽ മറക്കില്ല. അത് ഒരു കുട്ടി വന്ന് സംസാരിച്ചു. ഒരു 10ാം ക്ലാസ് അല്ലെങ്കിൽ +1 അത്രയും പ്രായമുണ്ടാവുന്നു, ആൺകുട്ടിയാണ്. അപ്പൊ ഞാൻ ഭഗവാൻ കൃഷ്ണനെ കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കാൻ അവന് വലിയ ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു, മലയാളിയാണ്, സന്തോഷം. ഞാനും പറഞ്ഞു. എന്നോട് അടുത്ത വഴിക്ക് ആ കുട്ടി പറഞ്ഞു, ഒരു സ്ഥലത്ത് പോലും ശിവനെ കുറിച്ച് സംസാരിക്കരുത്. ഞാൻ ചോദിച്ചു, എന്താ മോനെ എങ്ങനെ പറയുന്നത്? എന്റെ പ്രഭുജി പറഞ്ഞിട്ടുണ്ട് ശിവൻ മോശം ദൈവമാണ്.
ശിവനെ ആരാധിക്കാൻ പാടില്ല. ശിവൻ ചുടല ഭസ്മം ധരിക്കുന്നവനാണ്. ശിവൻ മാംസം കഴിക്കുന്നവനാണ്. ശിവൻ ശ്മശാനത്തിൽ താമസിക്കുന്നവനാണ്. കുട്ടി ഉപയോഗിച്ച പ്രയോഗം ഹീസ് നോട്ട് എ ഗോഡ്. എന്നിട്ട് അടുത്തൊരു വാക്ക് പറഞ്ഞു, ഞാൻ ഭഗവാന്റെ നാടായതുകൊണ്ട് പറയുന്നില്ല. ഇങ്ങനെയാണ് പുതിയ തലമുറയിലുള്ള കുട്ടികൾക്ക് നമ്മൾ ആധ്യാത്മിക വിദ്യാഭ്യാസം കൊടുക്കുന്നത്. ഇങ്ങനെ വളർന്നു വരുന്ന കുട്ടികളാണ് ശിവനാണോ വലുത് വിഷ്ണുവാണോ വലുതെന്ന് പറഞ്ഞ് തമ്മിൽ തല്ലുന്നത്. പ്രാചീന ഭാരതത്തിൽ മഹാദേവന്റെ പേരിൽ ഒരു മതം ഉണ്ടായിരുന്നു, ഗുരുവായൂരപ്പന്റെ പേരിൽ ഒരു മതം ഉണ്ടായിരുന്നു, അമ്മയുടെ പേരിൽ മതം ഉണ്ടായിരുന്നു. ഷഡ്മതങ്ങളാണ് നിലനിന്നിരുന്നത്. നിങ്ങൾക്കറിയാം, ശൈവർ, വൈഷ്ണവർ, ശാക്തേയർ എന്ന 3 വിഭാഗങ്ങൾ. മഹാഗണപതിയെ കേന്ദ്രീകരിച്ച് ഗാണപത്യം എന്ന് പറയുന്നൊരു വിഭാഗം, സുബ്രഹ്മണ്യ സ്വാമിയെ കേന്ദ്രീകരിച്ച് കൗമാരം എന്ന് വിളിക്കപ്പെടുന്ന വിഭാഗം, സൂര്യനെ കേന്ദ്രീകരിച്ച് സൗരർ എന്ന് വിളിക്കപ്പെടുന്ന വിഭാഗം. ഈ 6 മതങ്ങളാണ് ഷഡ്മതങ്ങൾ. ഇതാണ് ഭാരതത്തിൽ നിലനിന്നിരുന്നത്. ഈ ഹിന്ദു അല്ലെങ്കിൽ സനാതന ധർമ്മം എന്നൊക്കെ വിളിക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറിയിട്ട് കുറച്ചു കാലമായിട്ടുള്ളൂ. പണ്ട് നമ്മുടെ ഏർപ്പാട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശിവൻ ആരാധിക്കുന്നവൻ വിഷ്ണുവിനെ കണ്ടാൽ തല്ലും, വിഷ്ണുവിനെ ആരാധിക്കുന്നവർ ദേവിയെ കണ്ടാൽ ദ്വേഷിക്കും, ഗണപതിയെ ആരാധിക്കുന്നവർ രണ്ടുപേരെയും കണ്ടാൽ അവരെ കുറ്റം പറയും. ഇതായിരുന്നു നമ്മുടെ ജീവിതം. ഇങ്ങനെ തമ്മിൽ തല്ലി കഴിഞ്ഞ് ഈ ധർമ്മത്തിന്റെ മഹത്വം മനസ്സിലാക്കാതെ ജീവിച്ച് പുഴുക്കളെ പോലെ ജീവിച്ച് മരിച്ചിരുന്ന മനുഷ്യരെ സനാതന ധർമ്മത്തിന്റെ അദ്വൈതത്തിന്റെ പാഠം പഠിപ്പിച്ച ഒരു മഹാത്മാവ് ജനിച്ച ഭൂമിയാണ് ഇത്. ശങ്കര ഭഗവത്പാദർ, കാലടി ശങ്കരാചാര്യ. അദ്ദേഹമാണ് ഈ തമ്മിൽ തല്ലി നടന്നിരുന്നവരെയൊക്കെ തന്നെ ഇതെല്ലാം തന്നെ ഏകമാത്മമായിട്ടുള്ള ബ്രഹ്മമാണ് എന്ന് പഠിപ്പിച്ച് അദ്വൈതം എന്തെന്ന് ഭാരതത്തിന് പഠിപ്പിച്ചു കൊടുത്ത് നമ്മൾ ഇന്ന് വിളിക്കപ്പെടുന്ന ഈ സനാതന ഹിന്ദു ധർമ്മത്തെ ഈ ലോകത്തിന്റെ പരകോടിയിൽ എത്തിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചത്. ശങ്കരൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. മഹാദേവന്റെ അംശാവതാരമായിട്ടാണ് കണക്കാക്കുക. ആ മഹാത്മാവിന്റെ പാദസ്പർശം കൊണ്ട് പുണ്യഭൂമിയായി തീർന്നിട്ടുള്ള സ്ഥലമാണ് എറണാകുളം. പേരിൽ തന്നെ മഹാദേവന്റെ ആ മഹിമ വിളിച്ചു പോകുന്നൊരു സ്ഥലം. ഇവിടെ വെച്ചിട്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, എനിക്കിത് പറഞ്ഞോളം തോന്നുന്നു. ഈ ശിവനാണോ വലുത് വിഷ്ണുവാണോ വലുത് ദേവിയാണോ വലുത് എന്നുള്ള അടി നമുക്ക് ഇവിടെ വെച്ച് ഇന്നത്തോടുകൂടി നിർത്താം. ഞാൻ നിങ്ങളോടല്ല പറയണം, കുഞ്ഞുകുട്ടികളാരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ. ആത്യന്തികമായി ഭഗവാനും ഗുരുവായൂരപ്പനും ഒന്നാണ് എന്നുള്ള ബോധ്യം ആദ്യം തുടങ്ങി. കാണാവുന്ന സകല ദേവതകളിലുമുള്ളത് എന്റെ മഹാദേവൻ തന്നെയാണ്, അല്ലെങ്കിൽ എന്റെ ഗുരുവായൂരപ്പനാണ്, എന്റെ ചോറ്റാനിക്കര അമ്മയാണ് എന്നുള്ള ഭാവത്തിൽ നമുക്ക് ഉയരാൻ സാധിക്കണം. അതിനാദ്യം ഇവരെ രണ്ടുപേരും ഒരുമിപ്പിക്കുക എന്നുള്ളതാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. കാരണം ഇവരുടെ പേരിൽ ഏറ്റവും കൂടുതൽ അടി. നിങ്ങളുടെ ഭഗവാൻ വിഷ്ണു, അദ്ദേഹം അല്ലേ മഹാദേവനെ ഭസ്മാസുരന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചത് എന്നൊക്കെ വ്യാഖ്യാനിക്കും. മഹാദേവൻ ഓടിയ സമയത്ത് വിഷ്ണു അല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെയാണ്. അവിടെ എന്ത് ചെയ്യുക? വിഷ്ണുവിനെ ഒന്ന് പൊക്കുക, മഹാദേവൻ ഒന്ന് താഴ്ത്തുക. അങ്ങനെയാണ്. വേറെ ചില സ്ഥലത്ത് വരുമ്പോൾ ശിവരാത്രി മഹാത്മ്യം വരുന്ന സമയത്ത് ഭഗവാൻ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ട് ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും അദ്ദേഹമാണ് ഏറ്റവും വലിയ ചൈതന്യം എന്ന് വിളിക്കപ്പെടുന്നു. അപ്പൊ അവിടെ രണ്ടുപേരും അവരൊന്നും താഴ്ത്തുക, മഹാദേവനെ നോക്കുക. ഈ പൊക്കി താഴ്ത്തിയുള്ള കളി നമുക്ക് ആത്യന്തികമായിട്ട് ദോഷം ചെയ്യുന്നു കേട്ടോ. നമ്മുടെ ധർമ്മം എന്ന് പറഞ്ഞാൽ സർവധർമ്മ സമഭാവന. എല്ലാ ചൈതന്യങ്ങളും ഒരേ ബ്രഹ്മത്തിന്റെ വിവിധ രൂപങ്ങളാണ് എന്ന് വിശ്വസിക്കുന്നതാണ്. ആ ബ്രഹ്മത്തിന്റെ ഏറ്റവും പ്രകടമായിരിക്കുന്ന രൂപമാണ് ശിവൻ. ഭഗവാൻ നമ്മൾ ആരാധിക്കുന്നത് പോലും ലിംഗാകൃതിയിലാണ്. പരബ്രഹ്മാണ് ആ കാണുന്നത് എന്നുള്ള സങ്കല്പത്തിൽ. അവിടെ ഭേദഭാവങ്ങൾക്ക് സ്ഥാനമില്ല. മഹാദേവനിൽ നിന്ന് പല ആളുകളും അകൽച്ച കാണിക്കുന്നതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ, എന്നിട്ട് ഒരാൾക്ക് പറയണ്ടായി, ശിവൻ ഭയങ്കര സീരിയസ് ആണ് വ്യാസ. ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും തമാശയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും. അപ്പൊ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. മഹാദേവൻ എന്ന് പറഞ്ഞാൽ സീരിയസ് ആണ്. മഹാദേവന്റെ 3ാമത്തെ കണ്ണ് തുറന്നാൽ തീ വരും, കത്തിക്കും. ആത്യന്തികമായിട്ട് ഭഗവാനെ മനസ്സിലാക്കുമ്പോഴാണ് ഭഗവാനോട് നമുക്കുള്ള സ്നേഹവും ഭഗവാൻ തിരിച്ചു കാണിക്കണം അതിന്റെ 100 ഇരട്ടി സ്നേഹം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അത് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഈ ഭേദഭാവം ഇല്ലാതിരിക്കുക. മഹാദേവന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആ ഗുരുവായൂരപ്പനെയും ഗുരുവായൂരപ്പന്റെ ഏറ്റവും പ്രിയപ്പെട്ട മമ്മിവരപ്പനായിരിക്കുന്ന മഹാദേവനെയും ഒരുപോലെ കാണാൻ നമുക്ക് സാധിക്കണം. സ്കന്ദപുരാണത്തിൽ ഒരു ശ്ലോകം പറയും, ശിവസ്യ ഹൃദയം വിഷ്ണു വിഷ്ണുസ്യ ഹൃദയം ശിവ എന്നാണ്. ശിവന്റെ ഹൃദയമാണ് വിഷ്ണു, വിഷ്ണുവിന്റെ ഹൃദയമാണ് ശിവൻ എന്നാണ്. നിങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വാട്സപ്പ് സ്റ്റാറ്റസ് ഒക്കെ ഇടുന്ന ഏറ്റവും
ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടുണ്ട്, ചന്ദ്രചൂടൻ ഒരു പാട്ടുണ്ടല്ലോ അല്ലെ, ശിവശങ്കര പാർവതി രമണ അല്ലെ. അതിൽ ഭഗവാനെ വിളിക്കുന്ന ഒരു പ്രയോഗം ഉണ്ട്, ഇടയ്ക്ക് കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പരമ വൈഷ്ണവനു നീയേ എന്നാണ്. ലോകം കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ വൈഷ്ണവൻ ആരാണ്? അകത്തിരിക്കുന്ന ഭഗവാനാണ്. ലോകം കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ശിവഭക്തൻ ആരാണ്? ഗുരുവായൂരപ്പനാണ്. മഹാഭാരതം വായിച്ച് നമുക്ക് കാണാം, ജയന്ദ്രഥനെ നാളെ സൂര്യാസ്തമയത്തിന് മുമ്പായിട്ട് വധിച്ചില്ലെങ്കിൽ ഞാൻ അഗ്നിയിൽ ചാടി ആത്മഹത്യ ചെയ്യും എന്ന് അർജുനൻ തപസ് ചെയ്യുന്ന സമയത്ത് ഈ പാവം ഭഗവാൻ ഗുരുവായൂരപ്പൻ ജലത്തിൽ ഇറങ്ങിക്കൊണ്ട് പുലരുന്ന വരെ ഓരോ കൂവളത്തിലെയും പറിച്ചു കൊണ്ടുവന്ന് മഹാദേവനെ അർച്ചിച്ച് അർജുനന്റെ ആയുസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാം. ജാമ്പവതി എന്ന് പറയുന്ന പുത്രിയിൽ ഭഗവാന് സന്താന സൗഭാഗ്യം ഉണ്ടാവാൻ വേണ്ടി ഉപമന്യു എന്ന് പറയുന്ന മഹർഷിയുടെ അടുത്ത് പോയി ശ്രീകൃഷ്ണ ഭഗവാനും ജാമ്പവതിയും കൂടി നമസ്കരിച്ച് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് നല്ലൊരു പുത്രനെ വേണം, ആരെയാണ് ഞങ്ങൾ ഉപാസിക്കേണ്ടത്? എല്ലാവർക്കും സൽപുത്രന്മാരെ തരുന്ന ഈ പുതുക്കലവട്ടത്തപ്പനായിരിക്കുന്ന മഹാദേവനെ ഉപാസിക്കാനാണ് വിധി. പാശുപത വ്രതം എന്ന് പറയുന്ന ഒരു വ്രതം ഭഗവാൻ എടുക്കുന്നതായിട്ട് ശിവപുരാണത്തിൽ പറയുന്നു. കൃഷ്ണനും ജാമ്പവതി. അപ്പൊ ഭഗവാന് വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല മഹാദേവനെ നമസ്കരിക്കാനും. മഹാദേവന് ഒരു പ്രയാസമില്ല ഗുരുവായൂരപ്പനെ നമസ്കരിക്കാനും. കാരണം അവർക്ക് ബോധ്യം ഉണ്ടായിരുന്നു അവർ രണ്ടുപേരും രണ്ടല്ല എന്നുള്ളത്. ഇന്നിപ്പോ അതിന്റെ കാലമാണല്ലോ, നമ്മള് മണ്ഡല മകര വിളക്ക് കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്നെല്ലാം ഒന്നാണ് എന്ന് ഏറ്റവും കൂടുതൽ വിളിച്ചു പറയുന്ന സമയമാണ്, തത്വമസിയുടെ സമയമാണ്. ആ തത്വമസി എന്തെന്ന് പ്രത്യക്ഷത്തിൽ സ്വാമി എത്രത്തോളം കാണിക്കുന്നുണ്ട് അതുപോലെ കാണിക്കേണ്ട ഒരാളാട്ടോ ഭഗവാൻ. അതിലേക്ക് നമ്മൾ വരികയും ചെയ്യാം. ആദ്യം ഈ ഭേദഭാവം മാറ്റുക. ഈ അടുത്ത കാലത്ത് പുറത്തിറങ്ങിയ പൊന്നിയൻ സെൽവൻ എന്നൊരു സിനിമയുണ്ട് അല്ലെ, ഇതിൽ കാർത്തി ചെയ്ത കഥാപാത്രം കണ്ടിട്ടുണ്ടാവും നിങ്ങൾ, ജയറാമേട്ടൻ ചെയ്ത കഥാപാത്രം. ഇപ്പൊ ജയറാമേട്ടൻ ചെയ്ത കഥാപാത്രം ഭയങ്കര വൈഷ്ണവനാണ്, വിഷ്ണുവാണ് വലുത് എന്ന് പറഞ്ഞു നടക്കുന്നു. അദ്ദേഹം ഇങ്ങനെ വിഷ്ണുവാണ് വലുത് എന്ന് ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന സമയത്ത് ചില ശിവഭക്തർ എല്ലാവരും കൂടെ ചേർന്ന് അദ്ദേഹത്തെ അടിക്കും. അദ്ദേഹം തിരിച്ചടിക്കാൻ പോകും പട്ടി കൊണ്ടൊക്കെ. അവിടെ കാർത്തി വന്ന് ഇവർ ഈ അടി കൂടുന്ന ആൾക്കാരെ പിടിച്ചു മാറ്റിയിട്ട് തമിഴിൽ ഏറ്റവും ഫേമസ് ആയിട്ട് ഒരു പ്രോവബാണത്. അത് പറഞ്ഞിട്ടാണ് ഇവരെ പിടിച്ചു മാറ്റുക. കേട്ടിട്ടുണ്ടത്? തമിഴിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള, നമ്മുടെ നാട്ടിലാണ് ഈ ശിവനും വിഷ്ണുവും കുറെ ഹാപ്പി ആയിട്ടിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ അയ്യരുടെ സാമ്പാർ വേറെ, അയ്യങ്കാരുടെ സാമ്പാർ വേറെയാണ്. എൻറ്റയർലി ഡിഫറെന്റ് ആണ് രണ്ട് സിസ്റ്റവും. അവിടെ ഈ കാർത്തി ഇവരെ പിടിച്ചു മാറ്റുന്ന സമയത്ത് പറയുന്ന തമിഴിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സെയിങ് ആണ്, ഹരിയും ഹരനും ഒன்று അത് തെരിയാതവൻ വായിലെ മണ്ണ് എന്നാണ് പറഞ്ഞത്. ഹരിയും ഹരനും ഒന്നാണ്, അത് അറിയാത്തവന്റെ വായിൽ മണ്ണാണ്. എപ്പോഴാ വായിൽ മണ്ണ് വെച്ച ആൾക്കാർ വന്നിടും മുകളിൽ കൂടെ. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന അവസ്ഥയിലാണ് ശിവനെയും വിഷ്ണുവിനെയും രണ്ടായിട്ട് കാണുന്നവർ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് ഈ ഉത്സവ സമയത്ത് ഇവിടെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ ചൈതന്യങ്ങളെയും മഹാദേവനിൽ കാണാൻ സാധിക്കട്ടെ. നമ്മുടെ ദേശനാഥനായിട്ട് ഈ ദേശത്തിന്റെ ഓരോ കുട്ടിക്കും, ഓരോ വൃദ്ധമായിട്ടുള്ള ജനങ്ങൾക്കും ആത്യന്തികമായിട്ട് പിതാവിന്റെ സ്ഥാനം അലങ്കരിക്കുന്ന ഭഗവാൻ എങ്ങനെയാണോ വാക്കും അർത്ഥവും ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്, അതുപോലെ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ മാതാപിതാക്കളായിട്ടുള്ള പാർവതി പരമേശ്വരന്മാരെ ഞാൻ നമിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് കാളിദാസൻ രഘുവംശം തുടങ്ങുന്നത്. വാക്കും അർത്ഥവും. വാക്കുണ്ടെങ്കിൽ അതിന് എന്തുണ്ട്? അർത്ഥമുണ്ട്. അർത്ഥം ഉണ്ടാവണമെങ്കിൽ അവിടെ ഒരു വാക്ക് വേണം. അതുപോലെയാണ് പാർവതി പരമേശ്വരന്മാർ. ആ ഭഗവതിക്ക് ആ ഭഗവാനെ കിട്ടിയ സമയമാണ് ഈ തിരുവാതിര ഭഗവാന്റെ നാളായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. നോക്കൂ, പ്രകൃതി പുരുഷ ഐക്യം. ഇന്ന് പല ഇന്റർവ്യൂസിലൊക്കെ ചോദിക്കാറുണ്ട്, ശിവന്റെ പ്രണയമാണോ നല്ലത്, കൃഷ്ണന്റെ പ്രണയമാണോ നല്ലത്? കൃഷ്ണൻ രാധയെ ഉപേക്ഷിച്ച ആളല്ലേ, ശിവൻ മാത്രമല്ലേ സതി പോയപ്പോൾ ഒരുപാട് വിഷമിച്ചിട്ടുള്ളൂ? ഇത് എവിടുന്ന തുടങ്ങണ ഈ ചിന്ത? ഞാൻ നേരത്തെ പറഞ്ഞ ആ ഭേദഭാവത്തിൽ നിന്നാണ്. ശിവനും വിഷ്ണു ഒക്കെ വേറെ വേറെയാണ് എന്നുള്ള ഭേദഭാവം. ഇങ്ങനെ കുറെ കഥകളിൽ പെട്ട് ജീവിക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറിയതുകൊണ്ടാണ് പല സമയത്തും നമ്മൾ പലരുടെയും മുമ്പിൽ തല കുനിച്ച് നിൽക്കേണ്ട അവസ്ഥയും വരുന്നത്. ആത്യന്തികമായി രാധാകൃഷ്ണന്മാർ എന്ന് പറഞ്ഞാലും മഹാദേവനും ശ്രീപാർവതി എന്ന് പറഞ്ഞാലും വള്ളിയും ദേവസേനയും ശ്രീമുരുകൻ എന്ന് പറഞ്ഞാലും ആത്യന്തികമായിട്ട് അതൊക്കെ തന്നെ പ്രതിനിധാനം ചെയ്യുന്നത് പ്രകൃതി പുരുഷ ഐക്യമാണ് എന്നുള്ള ബോധ്യമാണ്. ആ പ്രകൃതി പുരുഷ ഐക്യത്തെയാണ് പരമാനന്ദം അല്ലെങ്കിൽ മോക്ഷം എന്നൊക്കെ വിളിക്കുകയും ചെയ്യുന്നത്. നമ്മൾ ഇന്ന് ഞാൻ ഈ സംസാരിക്കുന്നതിൽ 75% നിങ്ങൾക്കുള്ളതല്ല കേട്ടോ.
കുഞ്ഞു കുഞ്ഞു കുട്ടികൾക്കാണ്. നിങ്ങൾ അവർക്ക് പോയി പറഞ്ഞു കൊടുക്കാൻ അറിയില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ. ഒരു കുട്ടി നാമം ജപിക്കുക. അപ്പൊ ഞാനൊക്കെ പണ്ട് കുട്ടിയായിരുന്ന സമയത്ത് നാമം ജപിക്കുന്നല്ല. ഞങ്ങളൊക്കെ ഇവിടെ പാലക്കാട്, എന്റെ വീട് മണ്ണാർക്കാടാണ്, വള്ളുവനാട് പ്രദേശമായിട്ട് വരും. ആരൊക്കെ അവിടെ കാണുകയും ചെയ്തു, ഒറ്റപ്പാലത്തുള്ള ആൾക്കാരൊക്കെ ആ ഭാഗമാണ്. അവിടെ ഈ സന്ധ്യക്ക് നാമജപം എന്ന് പറഞ്ഞൊരു ഏർപ്പാടില്ല. നാമം ചൊല്ലു എന്ന് പറയില്ല. ഞങ്ങളോട് പറഞ്ഞിരുന്നത് പണ്ടൊക്കെ മേല് കഴുകി വിളക്ക് എത്തിച്ച് നമശിവായ ചൊല്ലു എന്ന് പറയുക. നമശിവായ കൊണ്ടിട്ടാണ് ജപിച്ചു തുടങ്ങാം. അതിന്റെ ആദ്യത്തെ നാമം നമശിവായതായതുകൊണ്ടാണ് നമശിവായ ചൊല്ലു എന്ന് പറയുന്നത്. നാമം ചൊല്ലുന്ന സംഭവം ഒരു കുട്ടിയുടെ മനസ്സിലേക്ക് ആദ്യം കിട്ടുന്ന മന്ത്രമാണ് ഈ പഞ്ചാക്ഷരം. അവിടെ നിന്ന് തുടങ്ങുക. ഒരു കുട്ടിയുടെ ആധ്യാത്മികത, അതിന്റെ ആദ്യത്തെ കല്ല് എന്ന് പറയുന്നത് ഈ പഞ്ചാക്ഷരമാണ്, നമശിവായ. അവിടെ തുടങ്ങും. അപ്പൊ ഈ കുട്ടി നാമം ചൊല്ലാൻ പണ്ടത്തെ കുട്ടികളൊന്നും ചോദിക്കില്ലായിരുന്നു. അവർ വന്നിരുന്ന് ജപിക്കുകയും ചെയ്യും. ചിലപ്പോൾ ഒത്തിരി ബലപ്രയോഗം കണ്ടുവരും, എന്നാലും അവരൊന്ന് ജപിക്കുമായിരുന്നു. ഇന്നിപ്പോ ഒരു കുട്ടി വന്ന് നമ്മളോട്, അല്ലെങ്കിൽ കുട്ടികളോട് നമ്മൾ പറയണു നാമജപത്തിന്റെ പ്രാധാന്യമൊക്കെ സപ്താഹത്തിലും പ്രഭാഷണത്തിലൊക്കെ കേട്ടു മോനെ, നീ എന്ത് ചെയ്യൂ? നാമം ചൊല്ലൂ. ശരിക്കുള്ള രീതി അങ്ങനെയല്ല. നമ്മൾ വിളക്ക് എത്തിച്ച് വെച്ച് നമ്മൾ ചമ്രമടങ്ങിയിരുന്ന് അങ്ങനെ വിളിക്കുകയാണ് വേണ്ടത്. കാരണം നീ പോയി ചൊല്ല്, ആ ഏർപ്പാട് ശരിയല്ല. നമ്മളാണ് അവർക്ക് മാതൃകയാവേണ്ടത്. നമുക്ക് സമയമില്ലാണ്ട് ആരാണ്? നീ നാമം ചൊല്ല് എന്ന് പറയുന്ന പ്രയോഗം തന്നെ തെറ്റാണ്. നമുക്ക് നാമം ചൊല്ലാം, അതാണ് ശരിയായിട്ടുള്ള പ്രയോഗം. നമ്മുടെ വിചാരത്തൊക്കെ കുട്ടികൾക്കുള്ളതാണ്. അങ്ങനെയല്ല, എല്ലാവർക്കും ഉള്ളതാണ് നാമം. ഏത് പ്രായത്തിലും ഏത് അവസ്ഥയിലും, പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നു, ഏതവസ്ഥയിലും നാമം ചൊല്ലാം. പൊതുവായ പെണ്ണിനും എരപ്പനും ദാഹകനും എല്ലാവർക്കും ഹരിനാമ കീർത്തനം ഇത് അരുതാത്തതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതവസ്ഥയിലും നാമം ചൊല്ലാം. ഒരു പ്രായപരിധിയൊന്നുമില്ല. കുട്ടികളെ കൂടുതലായിട്ട് നിർബന്ധിക്കേണ്ടത് അവന് ആ ആധ്യാത്മികമായിട്ടുള്ള അടിത്തറ ഉണ്ടാവാനാണ്. ഇന്നിപ്പോ നമ്മളൊക്കെ AI കുറിച്ച് സംസാരിക്കണേ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ജെമിനി ഉണ്ട്, ചാറ്റ് GPT ഉണ്ട്, അല്ലെ? ആ സാധനത്തിന് കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോൺ, അതിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണുള്ളത്. നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കുള്ളത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ല, അവർക്കുള്ളത് ട്രൂ ഇന്റലിജൻസ് ആണ്. സ്വാഭാവികമായിട്ടുള്ള ബുദ്ധി അവർക്കുണ്ട്. ഇന്നത്തെ കുട്ടികൾ പ്രതികരിക്കുന്ന കുട്ടികളാണ്, ചോദ്യം ചോദിക്കുന്ന കുട്ടികളാണ്. ആ ചോദ്യങ്ങളെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു മഹാദേവന്റെ ഭക്തനാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു ചോദ്യം കേൾക്കുമ്പോഴേക്കും ഗുരുത്തം കെട്ടവനെന്ന് വിളിക്കരുത്. എത്ര ചെറിയ കുട്ടിയാണെങ്കിലും അവനെ റെസ്പെക്ട് ചെയ്യുക. റെസ്പെക്ട് കൊടുക്കേണ്ടത് മഹാദേവന്റെ ഭക്തനായിട്ടുള്ള നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഭഗവാൻ അത് പ്രത്യക്ഷത്തിൽ കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ. രണ്ട് കഥ ഞാൻ പറയാം, രണ്ട് സന്ദർഭങ്ങൾ. മഹാദേവൻ എങ്ങനെ പെരുമാറി, വേറൊരാൾ എങ്ങനെ പെരുമാറി. ഒരു മഹർഷി, അയാൾ ഇന്ന് വേദം പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മൂപ്പര് വേദം പാരായണം ചെയ്യുന്നതിന്റെ ഇടയിൽ വേദം തെറ്റിപ്പോയി, എവിടെയൊക്കെയോ പഴച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ സഹധർമ്മിണി തൊട്ടടുത്തിരുന്ന് വേദം കേൾക്കുന്നുണ്ട്. അവര് പ്രഗ്നന്റ് ആണ്, ഇദ്ദേഹത്തിന്റെ കുട്ടി വയറ്റിലുണ്ട്. ഗർഭപാത്രത്തിൽ ഇരുന്ന് ആ കുട്ടി വിളിച്ചു പറഞ്ഞു, പ്രിയപ്പെട്ട അച്ഛ, അങ്ങ് ചൊല്ലിയ ഈ വേദം തെറ്റാണ്, ശരിയായിട്ട് ചൊല്ലണം. അദ്ദേഹം എന്ത് ചെയ്തു? താങ്ക് യു മോനെ, നീ എന്നെ തിരുത്തിയതിനാണോ പറഞ്ഞത്? നീ ഭൂമിയിൽ ഇതുവരെ എത്തിയിട്ടില്ലല്ലോ, എത്തിയിട്ട് മതി തലമൊക്കൽ. ഇപ്പോഴേ ഇത്ര അഹങ്കാരാണെങ്കിൽ നീ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിന്റെ അവസ്ഥ എന്താവും? നീ എന്റെ തലയിൽ കണ്ടില്ലേ? കൊടുത്തു ശാപം എന്നാണ്, 8 വളവോടുകൂടി ജനിക്കട്ടെ. അവിടെ നിന്നാണ് അഷ്ടാവക്രൻ എന്ന് പറയുന്ന ഒരു മുനിയുടെ ജന്മം ഉണ്ടാവുന്നത് കേട്ടോ. എങ്ങനെ? സ്വന്തം അച്ഛന് നല്ല ബുദ്ധി കാണിച്ചു കൊടുത്തപ്പോ അതിന് കിട്ടിയ ശാപ. നിങ്ങളൊക്കെ ഗുരുവായൂരപ്പന്റെ ഭക്തരാണ് എന്നാണല്ലോ നമ്മളൊക്കെ പറയുന്നത്. എല്ലാവരും ഗുരുവായൂരപ്പനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഒരു ദിവസം ഈ പാവം രാവിലെ എണീറ്റൊക്കെ നോക്കണ സമയത്ത് അമ്മ ഭയങ്കര പണിയിലാണ്, അച്ഛൻ ആരൊക്കെയായിട്ട് ഭയങ്കര മീറ്റിംഗ് നടത്തണു, ഏട്ടൻ കുറെ ചാക്കും കുറെ സാധനങ്ങളൊക്കെ ഏറ്റി നടക്കുന്നു, ഗോപസ്ത്രീകളും ഗോപന്മാരൊക്കെ ഭയങ്കരമായിട്ട് തിരക്കിലാണ്. ഭഗവാന് തോന്നുന്നതാണ് ഇന്നെന്റെ പിറന്നാളാണോ എന്ന്. ചോദിച്ചു തരം പോയിട്ട് ഇന്ന് ഇഷ്ടപരിപാടിക്ക് അല്ല കുട്ടി, ഇന്ന് വേറെ ചില സന്ദർഭങ്ങളൊക്കെ ഉള്ള സമയമാണ് എന്ന് പറഞ്ഞത്. എന്താണ് ഇന്നത്തെ വിശേഷം? ഇന്ന് ഇത്രയും തിരക്കുണ്ടാവാൻ എന്താണ് കാരണം എന്ന് ചോദിക്കുന്നു കൃഷ്ണൻ. നന്ദഗോപൻ പറയുന്നത്, ഉണ്ണി, നമ്മൾ ഇന്ന് ഇന്ദ്രനെ പൂജിക്കുന്ന ദിവസമാണ്. ഇന്ദ്രനാണ് മഴ പെയ്ച്ച് നമുക്ക് ജീവിക്കാനുള്ള ചുറ്റുപാടൊക്കെ ഉണ്ടാക്കി തരുന്നത്. അതുകൊണ്ട് ഇന്ദ്രനെയാണ് നമ്മൾ പൂജിക്കേണ്ടത്. അച്ഛാ, എന്തിനാണ് നമ്മൾ ഇന്ദ്രനെ പൂജിക്കുന്നത്? അവിടെ നിന്ന് തുടങ്ങും കേട്ടോ ചോദ്യം. എന്തിനാണ് നമ്മൾ ഇന്ദ്രനെ പൂജിക്കുന്നത്?
ഇന്ദ്രനല്ലല്ലോ നമുക്ക് വേണ്ട ജീവിതോപാധിയൊക്കെ ഉണ്ടാക്കുന്നുള്ളത്. ഈ കാണുന്ന ഗോവർദ്ധനവും ഈ കാണുന്ന പശുക്കളും അല്ലേ. അതുകൊണ്ട് നമ്മൾ ഇന്ദ്രനാണോ പൂജിക്കേണ്ടത്? എന്റെ അഭിപ്രായം നോക്കുകയാണെങ്കിൽ അച്ഛ, നമ്മൾ പൂജിക്കേണ്ടത് ഗോവർദ്ധനത്തെ പശുക്കളെയാണ്, അല്ലാതെ ഇന്ദ്രനല്ല. നൂറ്റാണ്ടുകളായിട്ട് ഗോപന്മാര് ചെയ്തു വരുന്ന ഇന്ദ്രപൂജ എന്ന് പറയുന്ന അനുഷ്ഠാനം ഒരു കുട്ടിയാണ് നിർത്താൻ പോകുന്നത്. 7 വയസ്സാണ് ഭഗവാൻ പ്രായം, ഗോവർദ്ധനോദ്ധാരണം ഭാഗമനുസരിച്ച്. 7 വയസ്സുള്ള ഒരു കുട്ടി പറഞ്ഞപ്പോൾ ശ്രദ്ധയോടുകൂടി കേട്ടു നന്ദഗോപർ. ആ കുട്ടി പറയുന്നതിൽ പോയിന്റ് ഉണ്ടെന്ന് മനസ്സിലാക്കി, അവൻ പറയുന്നത് കറക്റ്റ് ആണെന്ന് മനസ്സിലാക്കി. അതെന്ത് ചെയ്തു? പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുത്തു. ഇന്ദ്രനെ പൂജിച്ചില്ല. നമ്മളാണെങ്കിൽ എന്താ പറയുക, ഇത്രല്ലേ ആയിട്ടുള്ളൂ, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇതൊക്കെ അഭിപ്രായം പറഞ്ഞാൽ മതി. സനാതന ധർമ്മത്തിൽ പ്രായത്തിന് ഒരു സ്ഥാനമില്ല. പ്രണാദൻ 5 വയസ്സാണ്, ധ്രുവൻ ഏകദേശം 6-7 വയസ്സേ ഉള്ളൂ. ഭഗവാൻ പോലും ഈ സമയത്ത് ഭഗവാൻ 10 വയസ്സ് വരെയാണ് വൃന്ദാവനത്തിലുണ്ടായിരുന്നത്. എത്ര കുട്ടികളായിരുന്നു ഇവരൊക്കെ? ഇവരൊക്കെ പറയുന്ന അന്നത്തെ വലിയ ആൾക്കാർ കേൾക്കാന്നുണ്ടെങ്കിൽ ഈ സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന നമുക്കും ചെറിയ കുട്ടികൾ പറയുന്നതിൽ പോയിന്റ് ഉണ്ടെങ്കിൽ അത് എടുക്കുക. ഏതോ സിനിമയിൽ ജഡ്ജി പറഞ്ഞല്ലോ, പോയിന്റ് ഇല്ല അയാൾ പറയണേ, പോയിന്റ് ഉണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ തിരുത്തി കൊടുക്കുക. തിരുത്തി കൊടുക്കാൻ എന്ത് വേണം? ആധ്യാത്മികമായിട്ടുള്ള വിദ്യാഭ്യാസം നമ്മൾ നേടണം, അല്ലാതെ അവരെ ദൂരേക്ക് പറഞ്ഞു വിടുകയല്ല ചെയ്യേണ്ടത്. ഞാൻ നിങ്ങളോട് ഒരു അനുഭവം പറയാം, എന്നിട്ട് എനിക്ക് വേണം ഈ കുട്ടിയെ ശ്രദ്ധിച്ച മഹാനായിലേക്ക് വരാൻ. ഒരു അനുഭവത്തില് ഒരു ചേച്ചി എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞതാണ്, ഒരു സപ്താഹത്തിന് പോയി ഇത്രേ അമ്മയും മക്കളും കൂടെ ചേർന്നിട്ട് 3 ദിവസം കുട്ടിക്കായിരുന്നു ഉത്സാഹം ഭാഗവതം കേൾക്കാൻ. 3 ദിവസം അമ്മയെ വലിച്ചോണ്ട് പോയിരുന്നു കുട്ടി. വാ ഇപ്പൊ നാമം ചൊല്ലൊക്കെ തുടങ്ങുന്നൊക്കെ പറഞ്ഞു. നരസിംഹാവതാരം കഥ കഴിഞ്ഞു. 4-ാം ദിവസം കൃഷ്ണാവതാരമാണ് പാരായണം ചെയ്യുക. 4-ാം ദിവസം കുട്ടി രാവിലെ എഴുന്നേക്കുന്നേ ഇല്ല. അമ്പലത്തിൽ പോകേണ്ടെന്ന് വെച്ചപ്പോ അമ്മയോട് പറഞ്ഞു, ഞാനില്ല ഇനി അമ്പലത്തിലിരിക്കുന്ന പറഞ്ഞു. ഇത്രയും ദിവസം എനിക്കൊരു കുഴപ്പമുണ്ടെന്നില്ല മോനെ, ഇപ്പൊ എന്ത് പറ്റി? അല്ല, ആ അമ്മയ്ക്ക് പറഞ്ഞ മനസ്സിലല്ല, പൊക്കോളും. ഇന്ന് കൃഷ്ണാവതാരാണെന്ന് നമുക്ക് കൂട്ടി പറഞ്ഞു. അമ്മയോട് ഒരു തവണ ഞാൻ പറഞ്ഞു, ഇനിയും വേണ്ട, നിർബന്ധിക്കണ്ട. അമ്മയ്ക്ക് വിഷമായി. അമ്മ അവിടെ യജ്ഞശാലയിൽ പോയപ്പോ ഈ ആചാര്യൻ പ്രഭാഷണമൊക്കെ നടത്തുന്നതിൽ ഈ കുട്ടി വലിയ ഉത്സാഹിയാണ്. അവനാണ് ഈ ദൈവത്തെ എത്തിക്കാൻ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുക, ഗുരുത്വം നോക്കുക, ഇതൊക്കെയാണ് ചെയ്തിരുന്നത്. പ്രത്യക്ഷത്തിൽ അവനാണ് ഭഗവാൻ എന്നാണ് അദ്ദേഹം വിചാരിച്ചിരുന്നത്. പെട്ടെന്ന് ആ കുട്ടിയെ കാണാണ്ടായപ്പോ അദ്ദേഹത്തിന് വിഷമം. അദ്ദേഹം ഈ ഉച്ച സമയത്തുള്ള ബ്രേക്ക് ഉണ്ടായപ്പോ ഈ അമ്മയെ വിളിച്ച് ചോദിച്ചു, എവിടെ പോയി മോൻ, എന്തെങ്കിലും വയ്യായുണ്ടോ, അതുകൊണ്ടാണ് വരാത്തത്? അമ്മ പറഞ്ഞു, ഇന്ന് രാവിലെ മുതൽ അവൻ എന്തോ ഒരു പ്രശ്നം, രാവിലെ തൊട്ട് അമ്പലത്തേക്ക് വിളിച്ചിട്ട് അവൻ വരുന്നില്ല. അങ്ങനെ വരാൻ ഒരു വഴിയും കാണില്ല. വളരെ നല്ല കുട്ടിയായിരുന്നു. ഒരു കാര്യം ചെയ്യും, ഞാൻ അവനെ വിളിക്കുന്നു പറയും, ഇവിടെ വരാൻ പറയും. അവിടെ ആളെ വിട്ടു. ഒരു കുട്ടിയെ, എന്റെ കൂട്ടുകാരൻ ആരോ സപ്താഹത്തിന് വന്നിരുന്നു. കുട്ടി പോയി വിളിച്ചപ്പോ ആചാരം വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ അവൻ വന്നു. മട്ടിച്ചതൊക്കെ വന്നത്, വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. പബ്ലിക്കായിട്ട് ഒന്നും പറയണ്ടെന്ന് കരുതി അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് പോയി നേരിച്ചൊരു പഴവും ഒരു ചോക്ലേറ്റ് ഒക്കെ കൊടുത്തിട്ട് ചോദിച്ചു പറയാം, കുട്ടാ നിനക്ക് ഇത്രയും ദിവസം ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ, ഇന്ന് നിനക്ക് എന്ത് പറ്റി, എന്താണ് നീ അമ്മ വിളിച്ചപ്പോ അമ്പലത്തിലേക്ക് വരാഞ്ഞത് എന്നാണ് ആ കുട്ടിയോട് ചോദിച്ചത്. വളരെ മാന്യമായിട്ടാണ് ചോദിച്ചത്. കുട്ടി വളരെ മാന്യമായിട്ടാണ് ഉത്തരം പറഞ്ഞത്. 2 കൈയും കൂപ്പിയിട്ട് തിരുമേനോട് പറഞ്ഞത്, തിരുമേനി അങ്ങാണ് ഇന്നലെ പ്രഹ്ലാദന്റെ കഥ പറഞ്ഞത്, എനിക്ക് പറഞ്ഞത് തൂണിലും തുരുമ്പിലും ഭഗവാൻ ഉള്ളത്, പിന്നെ ഞാൻ എന്തിനാ അമ്പലത്തിലാണത്? എന്റെ വീട്ടിൽ തൂണിൽ നോക്കി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇപ്പോ എന്റെ വീട്ടിൽ തുരുമ്പിൽ നോക്കി ഞാൻ ഇപ്പൊ പ്രാർത്ഥിക്കുന്നുണ്ട്, അമ്പലത്തിലേക്ക് വരേണ്ട ആവശ്യമില്ല. ഇങ്ങനൊരു കുട്ടി നമ്മളോട് ചോദിക്കുകയാണ്, തൂണിലും തുരുമ്പിലും ഭഗവാൻ ഇല്ലേ എന്നാണല്ലോ നിങ്ങളുടെ ധർമ്മം പറയുന്നത്, ഞാൻ തൂണിൽ നോക്കി പ്രാർത്ഥിച്ചാൽ പോരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് ഉപയോഗിക്കുമോ? ചില ഇൻവെർട്ടർ കോമയിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പ്രയോഗിക്കുന്ന വാക്കുകളുണ്ടല്ലോ. അത് പറയുന്നതോടുകൂടി ആ കുട്ടി ധർമ്മത്തിൽ നിന്ന് കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ദൂരത്തേക്ക് പോയി കഴിഞ്ഞു. പിന്നെ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ടിരാന്ന് വിചാരിക്കണ്ട. ആ ഒറ്റ വാക്ക് ഉപയോഗിക്കുന്നതിലൂടെ ഇമാതിരി ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ ഇനി മേല എന്ന് എപ്പ പറയണോ അതോടുകൂടി കഴിയുന്നു. പകരം അവന് ക്ഷേത്ര ചൈതന്യം എന്താണെന്നും ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ ഒരു മഹാത്മ്യം എന്താണെന്നും എന്തിനാണ് ബ്രഹ്മചൈതന്യത്തെ വിഗ്രഹത്തിലേക്ക് ആരാധിച്ച് ആവാഹിച്ച് കൊണ്ടുവരുന്നതൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള ആധ്യാത്മികമായിട്ടുള്ള ജ്ഞാനം നമുക്കില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഈ അപകർഷതാബോധത്തിൽ നിന്ന് ഈ ചീത്ത വിളിക്കാൻ തോന്നുന്നത്. അവൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുക എന്നുള്ളതാണ് ധർമ്മം, അതല്ലാതെ അവനെ ഈ ധർമ്മത്തിൽ നിന്ന് ദൂരേക്ക് കൊണ്ടുവരിക എന്നുള്ളതല്ല. ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാനുള്ള വിദ്യാഭ്യാസം നമുക്കില്ലാതെ പോയതാ. നമ്മുടെ പല കുട്ടികളും ഇന്ന്
മറ്റു മാർഗങ്ങളിൽ പോകുന്നതിന്റെ പ്രശ്നം. ഞാൻ തിരുവനന്തപുരത്ത് ഞാൻ പല തവണയും പറഞ്ഞിട്ടുണ്ട്, കേട്ട ആളുകളിലേക്ക് ക്ഷമിക്കാം, പക്ഷെ ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കും. തിരുവനന്തപുരത്ത് ഭഗവാന്റെ സ്വർഗാരോഹണം വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുക ശ്രീകൃഷ്ണനെ. ദ്വാരക കടലെടുത്തു, യാദവന്മാർ പരസ്പരം തമ്മിൽ തല്ലി മരിച്ചു. ഭഗവാന്റെ ഏട്ടനായിട്ടുള്ള ബലഭദ്രസ്വാമി അനന്തന്റെ ആ രൂപത്തിലേക്ക് തിരിച്ചുപോയി. ഭഗവാൻ കാട്ടിലേക്ക് പോയി ധ്യാനിക്കാൻ തുടങ്ങി. ഒരു കാര്യം താഴേക്കിട്ടിരുന്നു. അതുവഴി വന്നൊരു നിഷാദൻ, മറ്റേ കഥയൊക്കെ ഉണ്ടല്ലോ, ജാമ്പൻ ഇരുമ്പുലൊക്കെ പ്രസവിക്കുന്നതും, അതൊന്നും കേട്ടിട്ടുണ്ടാവും. എന്തായാലും അതിന്റെ ബാക്കി കഷ്ണം, ഒരു മീൻ വിഴുങ്ങി അതിൽ നിന്ന് കിട്ടിയ ആ ഒരു ഇരുമ്പ് കഷ്ണം കൊണ്ടുണ്ടാക്കി അമ്പ് കൊണ്ടൊരു കാട്ടാളൻ, ഒരു നിഷാദൻ ആ വഴി വരുന്നു. ഭഗവാന്റെ കാല് കാണുന്ന സമയത്ത് അദ്ദേഹത്തിന് തോന്നുന്നു ഇതൊരു മാൻകുട്ടിയാണെന്ന്. അങ്ങനെ മാൻകുട്ടിയാണെന്ന് കരുതിയിട്ട് അദ്ദേഹം ആ ഭഗവാന്റെ കാലിലേക്ക് അമ്പയക്കുന്നു. അങ്ങനെ ഭഗവാന്റെ കാൽമടമ്പിൽ അമ്പുകൊണ്ട് ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് ഈ അവതാര ഉദ്ദേശം പൂർത്തിയാക്കി പോകുന്നു. അവസാനം അവസാനിപ്പിച്ചപ്പോൾ പറഞ്ഞു എന്ത്, അങ്ങനെ വേടന്റെ അമ്പുണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണാവതാര ലീല അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോ ഇവനെക്കാളൊക്കെ കുറച്ചുകൂടെ ഒക്കെ പറയാനുണ്ടാവും. എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, വെറുതെ ഞങ്ങളുടെ വേടൻ ചേട്ടനെ കുറിച്ച് അനാവശ്യം പറയരുത്, എന്ത് കുറ്റുണ്ടെങ്കിലും ഇപ്പൊ വേടനാണ്. അങ്ങനെ ഒരു കുട്ടിത്തലമുറ വളർന്നു വരുന്നുണ്ട് എന്നുള്ളത് ഗുരുവായൂരപ്പൻ പ്രത്യക്ഷത്തിൽ. പിന്നെ എനിക്ക് പറയാൻ മടിയായി, കാരണം ഇനി പറഞ്ഞ എന്റെ സ്വർഗാരോഹണം നടക്കൂ എന്നുള്ള അവസ്ഥയായി. കുട്ടിയുടെ രൂപമൊക്കെ മാറുന്നുണ്ടപ്പോ ഇതെന്താ, എവിടെന്നാണ് ഈ പ്രശ്നം വന്നത്? ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല. അവൻ ചോദിച്ച എത്രയോ ചോദ്യങ്ങൾക്ക് ഇതൊന്നും ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യങ്ങളാണെന്ന് പറഞ്ഞ് നമ്മൾ അവനെ ഈ ധർമ്മത്തിൽ നിന്ന് ദൂരേക്ക് മാറ്റി നിർത്തി. എന്തിനാ അച്ഛാ അമ്പലത്തിൽ വരണേ? മറ്റൊന്നാണ്, ഒരു ചെറിയ കുട്ടിയുടെ അനുഭവം പറയുന്നത്. എന്തിനാ അമ്മയെ നാമം ചൊല്ലുമെന്ന് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു മോക്ഷം കിട്ടാനാണ്. കുട്ടി പറഞ്ഞു എനിക്ക് 6 വയസ്സായിട്ടുള്ളൂ, അമ്മയ്ക്ക് 55 വയസ്സായി, അമ്മ ചൊല്ലിയാൽ മതി, അമ്മയ്ക്ക് അപ്പൊ അടുത്ത് കിട്ടാൻ പോകുന്നത്. അതിനാണോ നാമം ചൊല്ലണത്? മോക്ഷം കിട്ടാൻ? നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇപ്പൊ പോയാൽ സ്വാമിയെ കാണാം, സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും. കിട്ടിയിട്ട് തിരിച്ചു വരണ്ടല്ലോ, എവിടെ പോകുന്നല്ലോ. ഗോവർദ്ധനത്തിന്റെ അരികിൽ നിന്ന് ഭഗവാൻ ഈ പശുക്കളെ മേയ്ക്കുന്ന സമയത്ത് തന്നെ മനോഹരമായിട്ടുള്ള മുരളി എടുത്ത് ചുണ്ടോട് ചേർത്ത് ആ ഓടക്കുഴൽ നാദം പുറപ്പെടുവിക്കുന്ന സമയത്ത് വൃന്ദാവനത്തിലെ മുഴുവൻ ഗോപികമാരും സമാധിയായി എന്ന് ഭാഗവതം പറയുന്നു. അതിന്റെ അർത്ഥം ഗോപികമാർ മുഴുവൻ ആണോ? എന്താണ് സമാധിയാവസ്ഥ, എന്താണ് മോക്ഷാവസ്ഥ എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ കൂടി നമുക്ക് സാധിക്കുന്നില്ല കുട്ടികൾക്ക്. ഇപ്പൊ ഇവിടെ ഒരു കുട്ടി എല്ലാ പ്രദോഷത്തിനും വന്ന് ശിവന്റെ അഷ്ടോത്തരം അല്ലെങ്കിൽ മഹാദേവന്റെ സഹസ്രനാമുണ്ട്, അത് ചൊല്ലുന്ന സമയത്ത് അവന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം ഇത് എന്തിനുള്ളതാണ്, ഇത് മരിച്ചതിന് ശേഷം കിട്ടാനുള്ളതല്ല, ഇത് ജീവിച്ച് കാണിക്കാനുള്ളതാണ്. നമ്മുടെ ധർമ്മത്തിലൊക്കെ തന്നെ ജീവിച്ചിരിക്കുമ്പോൾ അനുഭവിക്കുന്ന ആനന്ദത്തെ കുറിച്ചാണ് സംസാരിച്ചിട്ടുള്ളത്. മോക്ഷമാണെങ്കിലും സമാധിയാണെങ്കിലും അതൊക്കെ തന്നെ ഇവിടെ ഇങ്ങനെ ഉടലോട്ട് ഇരിക്കുമ്പോൾ അനുഭവിക്കാൻ സാധിക്കും. അതാണ് മരിച്ചു കഴിഞ്ഞിട്ടുള്ളതല്ല. നമുക്ക് മറ്റേ മുന്തിരിത്തോപ്പിൽ ജോലി, വലതുഭാഗത്തെ സീറ്റും അതൊന്നുമില്ല. ഇവിടെ ഇരിക്കുമ്പോൾ കിട്ടുന്നതാണ് ആനന്ദം. ഇവിടെ തന്നെയാണ് പരമമായിട്ടുള്ള സ്വർഗം, ഇവിടെ തന്നെയാണ് വൈകുണ്ഠം, ഇവിടെ തന്നെയാണ് കൈലാസം എന്നാണ് സനാതന ധർമ്മം പറയുന്നത്. അതിൽ വിശ്വസിക്കാൻ നമുക്ക് എന്ത് വേണം? ആധ്യാത്മികമായിട്ടുള്ള വിദ്യാഭ്യാസം നമ്മൾ നേടേണ്ടിയിരിക്കുന്നു. അതിനാണ് പ്രഭാഷണങ്ങളും സപ്താഹവും സത്രങ്ങളും ഒക്കെ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തിന്? എന്നോട് ചോദിച്ചാൽ ഒറ്റ ആൻസറേ ഉള്ളൂ, പുതിയ തലമുറയിലുള്ള കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ, ആ ഉത്തരത്തിലൂടെ ഈ ധർമ്മത്തിന്റെ ഭാഗമായി അവരെ പിടിച്ചുകൊണ്ടുവരാൻ. കാരണം ഈ മഹാദേവൻ ഇന്ന് നാളെ ഇവിടുന്ന് പോകുന്ന ആളല്ല, നൂറ്റാണ്ടുകളോളം ഇവിടെ ഇരിക്കേണ്ട ആളാണ്. യുഗാങ്ങളോളം ഈ ഭൂമിയുള്ള കാലത്തോളം കുതിരടത്തുണ്ട്, നമ്മൾ പോയാലുണ്ട്. ഇതേപോലെ ഭഗവാന്റെ തിരുവാതിര ഉത്സവം 100 കൊല്ലം കഴിഞ്ഞാൽ നടക്കണം. അതിന് എന്ത് വേണം? വരുന്ന തലമുറയ്ക്ക് ഭഗവാൻ ആരാണ്, ഭഗവാന്റെ മഹത്വം എന്താണ് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങോട്ട് നോക്ക്, അമ്പാട്ടി ഇരിക്കുന്ന നോക്ക്, തമ്പോച്ചി ഇരിക്കുന്ന നോക്ക് എന്നൊക്കെ ചെറിയ പ്രായത്തിലേ പറയാൻ പറ്റുള്ളൂ. പ്രായമായി കഴിഞ്ഞാൽ മാറ്റി പറഞ്ഞു കൊടുക്കാനുള്ള ആധ്യാത്മികമായുള്ള വിദ്യാഭ്യാസം നമ്മൾ നേടേണ്ടിയിരിക്കുന്നു. അതിനെന്ത് ചെയ്യാം? അതിനെന്താണ് ഏറ്റവും നല്ല ഓപ്ഷൻ? ആ കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കുക. ഏത് ചോദ്യമാണെങ്കിലും നോൺസെൻസ് എന്ന് പറഞ്ഞുകൊണ്ട് മറുപടി പറയാതിരിക്കുക. എല്ലാ ചോദ്യങ്ങളിലും സെൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അത് പ്രത്യക്ഷത്തിൽ കാണിച്ചത് ഭഗവാൻ നാട്ടുകാരെ ചെയ്യുന്നത്. എത്ര ചെറിയ കുട്ടിയാണെങ്കിലും നമുക്കല്ലേ പറയുന്നത് ഭഗവാൻ എന്ന് പറയുന്നത് ക്ഷിപ്രകോപി എന്ന് വിളിക്കുകയും ചെയ്യാം. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ദേഷ്യപ്പെടുന്നവൻ, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് മൂന്നാമത്തെ കണ്ണു തുറക്കുന്നവൻ, ഇങ്ങനെയൊക്കെയാണ് മഹാദേവനെ കുറിച്ചിട്ടുള്ള ഖ്യാതി. ഏതായാലും ഭഗവാൻ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. ഞാൻ എന്റെ അനുഭവത്തിൽ നോക്കുമ്പോൾ ഭഗവാനെ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരാൾ പറഞ്ഞു ഏറ്റവും നല്ലതാണ്. നോക്കൂ, പ്രകൃതി പുരുഷ ഐക്യം എന്ന് പല ഇന്റർവ്യൂസൊക്കെ ചോദിക്കാറുണ്ട്. 1-ാം തീയതിയാണ് തൈപ്പൂയം അല്ലെ? ഭഗവാന്റെ ഏറ്റവും നല്ല
മക്കളിൽ രണ്ടുപേര് മഹാഗണപതി, സുബ്രഹ്മണ്യ സ്വാമി. അതിന് സുബ്രഹ്മണ്യ സ്വാമി സ്കൂളിംഗ് ഏജ് ആയ സമയത്ത് ശ്രീ പാർവതി ദേവി ഏറ്റവും നല്ല സ്കൂൾ ഏതാണെന്ന് നോക്കുന്നു. ആ സമയത്ത് മനസ്സിലാക്കുന്നത് ബ്രഹ്മാവിന്റെ സ്കൂളാണ് ഏറ്റവും നല്ലത്, അവിടെയാണ് ഏറ്റവും നല്ല പഠിപ്പൊക്കെ ഉള്ളത്. ബ്രഹ്മവിദ്യാനികേതൻ ഞാൻ അങ്ങനെ കണ്ടോളൂ. അങ്ങനെ കൊണ്ടാക്കി 10 മണിക്ക് ഇത് സ്ലൈറ്റും പെൻസിലും ഒക്കെ ആക്കി അങ്ങോട്ട് പോയി. 10:15 അതേ സാധനം വീണ്ടും ഇങ്ങനെ വരുന്നു. ചോദിക്കുമല്ലോ ഏതമ്മയാണെങ്കിൽ ഇന്ന് നിനക്ക് ക്ലാസ്സില്ലേ? നിങ്ങൾക്ക് ഇവരൊക്കെ സാധാരണ മനുഷ്യരായിട്ട് കണ്ടായിരുന്നു ഭഗവാൻ. അപ്പോൾ നമുക്ക് ഇവരെ കൂടുതൽ സ്നേഹിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഗുരുവായൂർ ഇത്ര സ്നേഹം? ഭഗവാനായിട്ട് കണ്ടോണ്ടാണോ? ഉണ്ണിയായിട്ട് കണ്ടോണ്ടാണ്? മഹാദേവൻ നിങ്ങൾ സ്വന്തം അച്ഛനായിട്ട് കാണും. നിങ്ങൾക്ക് പരബ്രഹ്മമായിട്ട് മഹാദേവൻ വിളിക്കുമ്പോഴും അച്ഛാന്ന് വിളിക്കുമ്പോഴും വ്യത്യാസം കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പൊ അങ്ങനെയുള്ള ആ ഭഗവാന്റെ അമ്മ ശ്രീപാർവതി ദേവി ചോദിച്ചു ഉണ്ണിയോട്, ഇപ്പൊ പോയല്ലേ ഉള്ളൂ, ഇന്ന് 1ാമത്തെ ദിവസം ആയതുകൊണ്ട് അങ്ങനെ ഉണ്ടല്ലോ, 1ാമത്തെ ദിവസം ഉച്ചയ്ക്ക് സ്കൂൾ വിടും, ഞങ്ങൾക്ക് അങ്ങനെയായിരുന്നു. അങ്ങനെ ഉണ്ടോ? എടുത്ത വഴിക്ക് കുട്ടി പറഞ്ഞത് എന്താണ്? എവിടെയാണ് നിങ്ങൾ എന്നെ കൊണ്ടാക്കിയിരിക്കണം, ആ മാഷ്ടം എന്ന് പറയില്ല. എന്താ ഇപ്പൊ ഇങ്ങനെ പറയാൻ കാരണം? ഇവിടെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് പഠിപ്പിക്കുന്ന ഒരാളാണ് അദ്ദേഹം. എന്താ കുട്ടി ഇത് ഇങ്ങനെ പറഞ്ഞത് പറഞ്ഞു? കുട്ടി ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡാണ്. മഹാദേവന്റെ സ്വഭാവമാണ്, അച്ഛന്റെ കറക്റ്റ് സ്വഭാവമാണ്. കാരണം മഹാദേവന്റെ ചൈതന്യം കൂടുതലുള്ള ഭഗവാന്റെ മകൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുബ്രഹ്മണ്യ സ്വാമിയാണ്. അമ്മയുടെ ചൈതന്യം കൂടുതലുള്ള മഹാദേവന്റെ മകൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മഹാഗണപതിയാണ്. കാരണം നിങ്ങൾക്ക് കഥ അറിയാലോ അല്ലെ? അമ്മയുടെ ദേഹത്ത് നിന്നാണ് മഹാഗണപതി അമ്മ ഉണ്ടാക്കുന്നത്. ഭഗവാന്റെ 5 മുഖങ്ങളും ശ്രീപാർവതി ദേവിക്ക് മാത്രം പ്രാപ്തിയായിട്ടുള്ള 6ാമത്തെ മുഖത്തു നിന്നും 6 ജ്യോതിസുകളിൽ നിന്നാണ് സുബ്രഹ്മണ്യ സ്വാമി ഉണ്ടാക്കുന്നത്. ഭഗവാന്റെ അംശ കൂടുതൽ. അതുകൊണ്ട് ശിവന്റെ അതേ സ്വഭാവ, സ്ട്രേറ്റ് ഫോർവേഡ്, നേരെ വാ നേരെ പോ. അതുകൊണ്ട് ഭഗവാനോട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും ദൈവങ്ങളൊക്കെ വെച്ചിട്ട് എന്താ ആവശ്യത്തെ അതേപോലെ പറയാം. മനസ്സിൽ വിചാരിക്കരുത് ഇത് ഇതിനാണേ അല്ല, അങ്ങനോട് പറയുന്നത് ഭഗവാൻ ഒരു വീടുണ്ടാക്കാനാണ്. ശരി, സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് സംസാരിക്കുക. നമ്മുടെ അച്ഛനാണ്, നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ വേറെ ആരോട് ചോദിക്കുക? നമ്മൾ ആരൊക്കെയോ പഠിപ്പിച്ചു നമ്മുടെ ഈശ്വരന്മാരോട് നമ്മളൊന്നും ചോദിക്കാൻ പാടില്ല, ഭക്തി മാത്രം തരണേ ഭഗവാനെ. അത് അതിന്റെ ഉയർന്ന തലം. അത് ഓട്ടോമാറ്റിക്കലി ചോദിക്കും ഒരു കുട്ടി, ഒരു സാധകൻ, ഒരു ഭക്തൻ. പക്ഷെ ആദ്യ തലത്തിൽ അവന്റെ ലൗകികമായിട്ടുള്ള ജീവിതത്തിലെ സാഹചര്യങ്ങളൊക്കെ നടത്തി കിട്ടാൻ ഭഗവാനെ ആശ്രയിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഞാൻ പറയുകയും ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള ആ ഭഗവാന്റെ ഉണ്ണി നേരിട്ട് ആ അമ്മയോട് പറയുന്നു, അമ്മ ഞാൻ ഒരു ചോദ്യം ചോദിച്ചു, എന്റെ മാഷ്ക്ക് അതറിയില്ല. ആ മാഷാണത്ര ഈ ലോകത്ത് മുഴുവൻ സൃഷ്ടി നടന്നത്, ഞാൻ അയാളെ പിടിച്ച് കൂട്ടിയിട്ടുണ്ട്. ഇത്ര ഫോട്ടോ നോക്കിയത്. അപ്പൊ നമ്മളെന്താ ചെയ്യാ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിടിക്കുമല്ലോ. ശരി, പിടിക്കുന്നു, കൊണ്ടേ നിർത്തണം അച്ഛൻ്റെ അടുത്ത്. നിങ്ങളുടെ മകൻ എന്താ കാണിച്ചത്? നിങ്ങളുടെ സ്വഭാവം അങ്ങനെയൊന്നും ഒന്നുമില്ല. നിങ്ങളുടെ മകനല്ലേ, ഇതിനെ എങ്ങനെ ആവാതിരിക്കുക? പിന്നെ അവസാനം ഈ അമ്മമാര് വെറുതെ തള്ളിക്കളയുമ്പോൾ പറയണം ഏറ്റവും ഫേക്ക് ആയിട്ടുള്ള ഡയലോഗാണ്, ഇനി അച്ഛനായി മക്കളായി. അത് കഴിഞ്ഞ് അമ്മേനെ ഉണ്ടാവുള്ളൂ എല്ലാ കാലത്തും. അതായത് വേറെ കോമഡി. അത് പറഞ്ഞിട്ടാണ് ഭഗവാൻ എടുത്ത് കിട്ടുകൊടുത്ത് അമ്മ പോയിന്നാണ്. നോക്കൂ, ഈ മഹാദേവൻ, നിങ്ങൾ ഈ വിളിക്കുന്ന ക്ഷിപ്രമോദി എന്ന് വിളിക്കുന്ന ഭഗവാൻ, തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ബ്രഹ്മാവിനെ പൂട്ടിയിട്ട മകൻ തന്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് എത്ര അവധാനത്തോടു കൂടി ആ കുട്ടിയോട് സംസാരിച്ചു. ആദ്യം എന്താ വേണ്ടത്? അവന് പറയാനുള്ളത് എന്താണോ അത് കേൾക്കുക. ഉണ്ണി എന്താ നിന്റെ വേർഷൻ? ഇതിപ്പോ അമ്മ പറഞ്ഞതേ ഉള്ളൂ. നിന്റെ വേർഷൻ എന്താണ്? കുട്ടി കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. അച്ഛാ ഞാൻ അവിടെ പോയി അറ്റൻഡൻസ് എടുത്തു. അദ്ദേഹം ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എന്റെ ചെറിയൊരു സംശയം ചോദിച്ചു. ആ സംശയം പോലും അദ്ദേഹത്തിന് അറിയില്ല. അങ്ങനെയുള്ള ഒരാളെ നമ്മൾ എങ്ങനെയാണ് വിശ്വസിച്ച് അവിടെ പഠിക്കാൻ പോവുക? അതുകൊണ്ട് അദ്ദേഹമാണ് സൃഷ്ടി നടത്തുന്നത് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ പിടിച്ച് കൂട്ടിയിട്ടു. ഉണ്ടായിരുന്നു. മറ്റേ രേവതി ചേച്ചി പറഞ്ഞതുപോലെ ഇത്രയും ഞാൻ ചെയ്തുള്ളൂ. ഇതിനാണ് ഇവന്മാരെല്ലാരും കൂടെ എന്നെ ഇങ്ങനെ കിളിക്കത്തിൽ. ഭഗവാൻ ചോദിക്കുന്നു, എന്ത് സംശയമാണ് ഉണ്ണി നീ ചോദിച്ചത്? അല്ല, എങ്ങനെ ചോദിച്ചു? വളരെ അവധാനത്തോടുകൂടി. അല്ലാണ്ട് നീ ബ്രഹ്മാവിനെ കൂട്ടിയിട്ടുള്ള ദുഷ്ട ഒന്നും പറഞ്ഞില്ല. സിമ്പിളായിട്ടാണ് ചോദിച്ചത്. എന്താ ഉണ്ണി നീ ചോദിച്ച സംശയം? അച്ഛാ ഞാൻ ഓംകാരത്തിന്റെ അർത്ഥമാണ് ചോദിച്ചത്. മഹാദേവൻ വീണ്ടും പുഞ്ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നു, ഉണ്ണി ബ്രഹ്മാവിന് ആ ഉത്തരം അറിയുമോ അറിയില്ലയോ എന്തോ ആയിക്കൊള്ളട്ടെ, അദ്ദേഹം അതിന് ഉത്തരം പറഞ്ഞു തരുന്ന സമയത്ത് അദ്ദേഹം പറയുന്ന ഉത്തരം ശരിയാണോ തെറ്റാണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിനക്ക് ആ ചോദ്യത്തിന്റെ ഉത്തരം അറിയണമല്ലോ. എത്ര ഫ്ലുവന്റ് ആയിട്ട്, എത്ര ട്രാൻസ്പെറന്റ് ആയിട്ട് ആ ഭഗവാൻ സംസാരിക്കുന്നത്. അദ്ദേഹം ഉത്തരം പറയുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ നിനക്ക് ജഡ്ജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിനക്ക് ഉത്തരം ഓൾറെഡി അറിയണമല്ലോ. അതുകൊണ്ട് പറയൂ, നിനക്ക് ഓംകാരത്തിന്റെ അർത്ഥം അറിയൂ. അവിടെ നിങ്ങൾ കാണുന്നത് ഈ 5 വയസ്സുള്ള സ്കൂളിംഗ് ഏജിലുള്ള ഭഗവാൻ കോൺഫിഡൻസോടുകൂടി അച്ഛനെ മുഖത്തോക്കി പറയുന്നതാണ്, അച്ഛാ എനിക്ക് അറിയാമോ.
അതാണ് ആ ഭഗവാന്റെ മഹത്വം. നാരായണ. എത്ര കോൺഫിഡൻസോടുകൂടിയാണ് ഭഗവാൻ പറയുന്നത് ഓംകാരത്തിന്റെ അർത്ഥം എനിക്ക് അറിയാച്ച. അപ്പൊ നോക്കൂ, ഒരു കുട്ടിയാണ് തന്റെ മുമ്പിൽ എന്ന് പറയുന്നത്. നമുക്ക് മഹാദേവൻ ആരാണ്? ലോകത്തിന്റെ മുഴുവൻ ഗുരുനാഥന്റെ സ്ഥാനമുള്ള ആളാണ്. ഈ ലോകത്ത് കാണുന്ന എന്തറിവും നമ്മൾ സംസാരിക്കുന്ന ഭാഷ ഉൾപ്പെടെ മഹാദേവൻ വന്നിട്ടുള്ളത്. ഉത്താവസാനെ നടരാജ കേട്ടിട്ടുണ്ടാവില്ലേ? 14 തവണ ഭഗവാൻ, ആദ്യം 9 തവണയും പിന്നെ 5 തവണയും ഭഗവാൻ തന്റെ ധമനിൽ നിന്നുണ്ടാക്കിയ നാദങ്ങളിൽ നിന്നാണ് ഈ ലോകത്ത് നിന്ന് കാണുന്ന ഏത് ലാംഗ്വേജുള്ളൂ. ആദിയോഗി എന്ന ഭഗവാനെ വിളിക്കുക. കൈലാസനാഥൻ എന്നുള്ള പേര് പിന്നെ ഉള്ളൂ. ലോകത്തിന്റെ മുഴുവൻ ഗുരുനാഥനാണ്. ഏതറിവും, ആയുർവേദമായിക്കോട്ടെ, ജ്യോതിഷായിക്കോട്ടെ, എന്തും മഹാദേവനിൽ നിന്നുണ്ടാക്കണം. മഹാദേവനാണ് ഇതിന്റെ ഒക്കെ ഉടമസ്ഥൻ. ഈ ലോകത്തിലെ വേദങ്ങൾ അതും ഭഗവാനിൽ നിന്നുണ്ടാക്കണം. അതിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു എക്സ്ട്രാ നോളജിന് വേണ്ടി പറയും, ഭഗവാൻ ഈ ദക്ഷിണമായിട്ടുള്ള വലിയ വിരോധം എന്തായിരുന്നു? സതിയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പേ ഭഗവാന് ദക്ഷിണമായിട്ട് വിരോധമുണ്ട്. അങ്കിരസ് എന്ന് പറയുന്ന ഒരു മഹർഷിക്ക് വേദം എവിടെ നിന്നോ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വരിക അത്ര. അദ്ദേഹം ബ്രഹ്മാവിനോട് പോയി ചോദിച്ചു, ഇങ്ങനെ കുറെ മന്ത്രങ്ങൾ എനിക്ക് കിട്ടുന്നുണ്ട്, ഇത് വേദമാണോ? അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു, ഞാൻ ഈ വേദങ്ങളെ കുറിച്ചൊക്കെ നിർണ്ണയിക്കാനുള്ള ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്, അതിന്റെ കൗൺസിലിന്റെ അധ്യക്ഷനാണ് ഈ ദക്ഷൻ. അദ്ദേഹത്തോട് പോയി പറയും. അങ്കിരസ് പാവം പോയി ചോദിച്ചു, ദക്ഷ പ്രജാപതി, എനിക്ക് ഇങ്ങനെ കുറെ മന്ത്രങ്ങൾ എവിടെ നിന്നൊക്കെയോ കിട്ടുന്നു, എനിക്ക് അറിയില്ല, ഞാൻ ധ്യാനിക്കുമ്പോൾ കുറെ മന്ത്രങ്ങളും കുറെ സൂക്തങ്ങളൊക്കെ എന്റെ മനസ്സിലേക്ക് വരുന്നു, ഇത് വേദമാണോ? എടുത്ത വഴിക്ക് പറഞ്ഞു, എന്റെ അച്ഛൻ ഉണ്ടാക്കിയ 3 ഉണ്ട്, അതല്ലാണ്ട് ഒന്നും വേദമല്ല. ഇയാള് പാവം വിഷമിച്ചു പോയി. പിന്നെ ഈ മന്ത്രങ്ങൾ ഇങ്ങനെ വരുന്നുണ്ടപ്പോ അദ്ദേഹത്തിന് ആകെ ഒരാളെ ആശ്രയിക്കാൻ തോന്നിയുള്ളൂ, ഈ ഭഗവാനെ, ഈ പുതുക്കലോട്ട തപ്പനെ. അദ്ദേഹം പോയി മഹാദേവനോട് ചോദിക്കണം, ഭഗവാൻ, എനിക്ക് എവിടെ നിന്നില്ലാതെ അറിയേണ്ട മന്ത്രങ്ങൾ കിട്ടുന്നു, എവിടെ നിന്ന് അറിയേണ്ട ശ്ലോകങ്ങൾ എന്റെ മനസ്സിലേക്ക് വരുന്നു, ഇത് വേദമാണോ? എന്താ ഭഗവാൻ പറഞ്ഞത്? നിനക്ക് വെളിപ്പെട്ടത് വേദം തന്നെ, 4ാമത്തെ വേദം അഥർവം, അതിന് സർട്ടിഫിക്കറ്റ് കൊടുത്ത ആളാക്കിയിരിക്കുന്നു. ഞാൻ വേണ്ടാന്ന് പറഞ്ഞ ഒന്നിന് ശിവൻ അംഗീകാരം കൊടുത്തു എന്നുള്ളതായിരുന്നു ആദ്യത്തെ വിരോധം ദക്ഷിണ മഹാദേവനായിട്ട്. അവിടെ നിന്നാണ് തുടങ്ങുന്നത് പിന്നെ കഥ. കാരണം എന്താ? അറിവിനെ ബഹുമാനിക്കാൻ പഠിച്ചത് ഭഗവാനാണ്. അതുകൊണ്ടാണ് ശങ്കര ഭഗവത്പാദരുടെ പോലും മുമ്പിൽ ചണ്ഡാളനായിട്ട് ഭഗവാൻ പോയിരുന്നത്. നീ ആരോടാണോ മാറാൻ പറയുന്നത്, എന്നോടാണോ അത് എന്റെ ഉള്ളിലുള്ള ആത്മാവിനോടാണെന്ന് ചോദിച്ചു. അതിന് ഭഗവാൻ ഒരു കൊല്ലവും ഒരു തരത്തിലുള്ള പക്ഷഭേദം ഉണ്ടായിരുന്നില്ല. നാരായണ. അങ്ങനെയുള്ള ഭഗവാന്റെ അടുത്താണ് ഈ കുട്ടി പറയുന്നത്, അച്ഛാ എനിക്കറിയാം ഓംകാരത്തിന്റെ അർത്ഥം എന്ന് പറയും പോലെ കേൾക്കട്ടെ. അപ്പോൾ നോക്കൂ, ആ അച്ഛന്റെ സ്വഭാവം ആ കുട്ടിക്ക് ഉള്ളത് കൊണ്ട് ആ കുട്ടി എന്താ പറയുന്നത്? അച്ഛൻ ഞാനത് പറഞ്ഞു തരുന്ന സമയത്ത് ഞാൻ ഗുരുനാഥനാണ്, അച്ഛൻ എന്റെ ശിഷ്യനാണ്. ഗുരുനാഥനാണ് എപ്പോഴും മുകളിലിരിക്കേണ്ടത്, ശിഷ്യന്മാരെപ്പോഴും താഴെ നിൽക്കേണ്ടത്. അച്ഛൻ എന്നെ ഏറ്റവും മുകളിൽ കയറ്റി വെക്കണം. ഭഗവാൻ നോക്കുമ്പോ ഭഗവാനേക്കാൾ മുകളിൽ എന്താണുള്ളത്? മഹാദേവനേക്കാൾ ഉയർന്ന എന്തെങ്കിലും ഉണ്ടോ? അത് ആധ്യാത്മികമായിട്ട് ചിന്തിച്ചാലും ഭൗതികമായിട്ട് ചിന്തിച്ചാലും. മഹാദേവൻ എന്ന് പറഞ്ഞാൽ അറിവിന്റെ ഏറ്റവും പരമാവസ്ഥയുള്ള രൂപമാണ്. അതിന് മുകളിൽ എന്ത് രൂപമാണ്? ഭഗവാൻ ആകെ കണ്ടത് തന്റെ തോളാണ്. വലത്തെ തോളിൽ ആ കുട്ടിയെ കയറ്റി ഇരുത്തി ഒരു ഗുരുനാഥന്റെ മുമ്പിൽ ഒരു ശിഷ്യൻ എങ്ങനെയാണ് ഇരിക്കുന്നത് അതുപോലെ വായ പൊത്തി പറഞ്ഞു തരും ഗുരു എന്ന് പറഞ്ഞിരുന്നു ഈ ഭഗവാൻ. ആ ഉണ്ണിയാണെങ്കിലോ അച്ഛനാണ് ഇരിക്കുന്നുള്ള ഭാവമൊക്കെ വിട്ട് എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് എന്നുള്ള ഭാവത്തിൽ ആ ഭഗവാന്റെ ചെവിയിൽ ഓംകാരത്തിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുന്നു. എത്ര മനോഹരമായ രൂപമാണെന്ന് ആലോചിക്കുന്നു. അമ്മ നോക്കുന്ന സമയത്ത് അച്ഛന്റെ മുകളിൽ കയറിയിരുന്ന ഒരു ഉണ്ണി അവന്റെ അറിവ് പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഒരു അമ്മയുടെ പ്രൗഡ് മൊമെന്റ് ആണത്. അങ്ങനെ കാണുന്ന സമയത്ത് പഠിച്ചു വന്നൊരു കുട്ടി അച്ഛനോട് പറയുന്നത്, ഞാൻ പഠിച്ചിട്ടുണ്ട്. അമ്മയോട് പറയണ, എന്റെ സ്വാമിക്ക് നീ നാഥനായതുകൊണ്ട് നീ ഇനി മുതൽ സ്വാമിനാഥൻ എന്ന പേരിൽ അറിയപ്പെടും. പാർവതീദേവിയുടെ സ്വാമിയായിട്ടുള്ള മഹാദേവനും ഗുരുനാഥനായിട്ടുള്ള ഭഗവാൻ ആ സുബ്രഹ്മണ്യ സ്വാമി. നോക്കൂ, എത്ര അവധാനത്തോടു കൂടിയാണ് ഭഗവാൻ ഒരു കുട്ടിയെ കേട്ടത്. അത് സുബ്രഹ്മണ്യ സ്വാമി തന്റെ മകനായതുകൊണ്ടാണ്. അങ്ങനെ മകനായതുകൊണ്ട് കൂടുതൽ സ്നേഹമാണെന്നുണ്ടെങ്കിൽ ഈ പാവം ശ്രീപാർവതി, നിങ്ങൾ കാണാൻ പോകുള്ളൂ തിരുവാതിര വ്രതം എത്ര കഷ്ടപ്പെട്ടാണ് ഭഗവാനെ കിട്ടുന്നത്. ആദ്യം തോന്നുന്ന അതിനല്ലേ എത്ര ഗംഭീരമായിട്ടാണ് ആ ദേവിയെ ഭഗവാൻ പരീക്ഷിച്ചിട്ടുള്ളത്. അത് സ്വയം വേഷം മാറി വന്ന് ശിവനെ ശിവൻ തന്നെ വേഷിക്കുന്നത് കാണും. നിനക്ക് വേറെ ആരും കിട്ടിയില്ലേ, അയാളെ തന്നെ വേണമെന്നൊക്കെ.
അയാൾക്ക് എന്ത് യോഗ്യതയാണെന്ന് ഭഗവാൻ തന്നെ ചോദിക്കുക ഭഗവാനെ കുറിച്ച്. അത് ആർക്ക് മാത്രമേ സാധിക്കുള്ളൂ? നമ്മളെ നിന്ദിക്കാൻ പറ്റുമോ? നമുക്ക് ആർക്കെങ്കിലും പറ്റുമോ? നമ്മൾ സ്വയം ഇങ്ങനെ നിന്ദിക്കുക നമ്മളെ കുറിച്ച് തന്നെ. ഞാനൊരു മണ്ടനാണ് ഇങ്ങനെ പറയാൻ പറ്റും എനിക്ക്? മഹാദേവനെ നിന്ദി സംസാരിക്കുന്നത് എന്ത് യോഗ്യതയാണ് ശിവനുള്ളത്? ഈ ഭഗവാൻ നീ നോക്കി അങ്ങനെ കണ്ടോളൂ ചരണസമയത്ത്. മോളെ നീ വല്ല നല്ല ആളുകളെ കണ്ടുപിടിക്കും. ഇയാൾക്ക് എന്ത് യോഗ്യതയുള്ളത്? ഒരു വീട് എന്ന് പറഞ്ഞാൽ നല്ലൊരു വീട്, ഒരു പെൺകുട്ടിയെ കൈ പിടിച്ച് കയറ്റേണ്ടത് നല്ലൊരു വീട്ടിലേക്ക് ഇയാളെ വിളിച്ചിട്ട് കേട്ടാൻ പോണത് എവിടെയൊക്കെ നിനക്കറിയാം? അവിടെ കത്തുണ്ടാവും ചിന്തകൾ. നമ്മളൊക്കെ മൈയോപ്പിയുടെ പെർഫ്യൂം അതൊക്കെയാണ് ഉപയോഗിക്കുക. മൂപ്പര് ഉപയോഗിക്കുന്ന പെർഫ്യൂം ചുടലച്ചാരാണ്, അത് വാങ്ങിയാൽ മുത്തറത്. റോളക്സിന്റെ വാച്ചല്ല നിനക്ക് കാണാൻ സാധിക്കുക. അവിടെ നാഗഭൂഷിത നന്ദഗോപിതം പച്ചത്തൊക്കെ പാടി നിനക്ക് അറിയാമല്ലോ. എവിടെ പിടിച്ചാലും പാമ്പാണ്. ഇനി നല്ലൊരു വണ്ടി ഉണ്ടോ നിന്നെ ഔട്ടിങ്ങിന് കൊണ്ടുപോകാനുള്ളത്? ഒരു പ്രായമായ കാളയാണ്, അതിന്റെ പുറത്ത് വേണം പോകാൻ. എന്തുകൊണ്ട് നമുക്ക് ഭഗവാനെ തന്നെ സ്വയം നിന്ദിക്കുന്നു ശ്രീപാർവതിനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. ആർക്കാണ് സ്വയം ഇങ്ങനെ നിന്ദിക്കാൻ പറ്റുക? അവനവന്റെ ആത്മബോധത്തെ കുറിച്ച് അത്രയുള്ള അറിവിന്റെ പരകൂടിയിൽ നിൽക്കുന്ന മഹാദേവന് മാത്രമേ സാധിക്കുള്ളൂ. ഞാൻ എന്ന വസ്തു, ഈ ഞാൻ എന്ന് വിളിക്കുന്ന പേരുണ്ടല്ലോ, ഈ അഹങ്കാരത്തോടുകൂടി ഹരിനാമകീർത്തനത്തിൽ പറയുന്ന ഞാൻ എന്ന ഭാവം തോന്നാനേ പാടില്ല എന്ന്. ആ ഞാൻ എന്ന ഭാവം എപ്പോ ഇല്ലാണ്ടാവോ അപ്പൊ നിങ്ങൾ കൈവരിക്കുന്ന അവസ്ഥയാണ് ശിവൻ എന്ന് പറയുന്ന അവസ്ഥ. മംഗളകാരകൻ ഞാൻ എന്ന ഭാവം ഇല്ലാണ്ടാവുന്ന അവസ്ഥ അത് എപ്പോഴുണ്ടാവുള്ളൂ? പരമമായിട്ടുള്ള അറിവുണ്ടാവുമ്പോഴേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭഗവാൻ പരമമായിട്ടുള്ള അറിവ് തരുന്നതാണ്, ലോകത്തിന്റെ മുഴുവൻ ഗുരുനാഥനാണ്. ഇനിയിപ്പോ ഭഗവാൻ അറിവ് മാത്രമേ തരുള്ളൂ, അറിവ് കൊണ്ട് മാത്രം കഞ്ഞി കുടിക്കാൻ പറ്റില്ലല്ലോ എന്നാണെന്നുണ്ടെങ്കിൽ ഈ ധർമാർത്ഥ കാമമോക്ഷങ്ങളിൽ എന്തും ഭഗവാൻ തരുന്നതാണ്. നിങ്ങൾ കൊടി ഉയർത്തിയ സമയത്ത്, ഇവിടെ ഉത്സവത്തിന് ധ്വജാരോഹണം നടന്ന സമയത്ത്, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് നോക്കുക, ഭഗവാന്റെ കൊടിയടയാളം എന്താണ് നോക്കിയിരുന്നോ? അവിടെ എന്തൊരു സാധനം പൊക്കിനുണ്ട് വ്യാസ ആണോ? നന്ദിയാണ്. ഇനി പോകുമ്പോ നോക്കുക, ആ കൊടിയുടെ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക നന്ദികേശന്റെ രൂപമാണ്. എന്താ നന്ദി പ്രതിദാനം ചെയ്യുന്നത്? ഭഗവാന്റെ വാഹനം എന്ന് മാത്രമല്ല, നന്ദി എന്ന് പറയുന്നത് ധർമ്മത്തിന്റെ പ്രതീകമാണ്. ഭാരതീയ ധർമ്മത്തിൽ കാള എന്ന് വിളിക്കപ്പെടുന്ന സിമ്പിൾ ഡിനോട്ട് ചെയ്യുന്നത് ധർമ്മത്തെയാണ്. പൊളിറ്റിക്സ് ഒക്കെ എന്തോ ആയിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് ഇന്ത്യൻ പാർലമെന്റിൽ ഇന്നൊരു സ്തംഭം, ഒരു വടി ഉണ്ടെന്ന് അറിയാമല്ലോ അല്ലെ? ഈ അടുത്ത കാലം കൊണ്ടുവച്ചാണ് ഒരു ദണ്ട്, അതിന്റെ മുകളിൽ ഒരു നന്ദി ഉണ്ട്. നന്ദി എന്തിനെ പ്രതിദാനം ചെയ്യുന്നു? ധർമ്മത്തെയാണ്. ഭരണം എപ്പോഴും ധർമ്മത്തെ കേന്ദ്രീകരിച്ചാവണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയായിരിക്കണം അവിടെ ഇരിക്കുന്നത്. അങ്ങനെ ആവണം ഏത് ഗവൺമെന്റ് വന്നാലും. നന്ദി എപ്പോഴും ധർമ്മത്തെയാണ് പ്രതിദാനം ചെയ്യുന്നത്. ധർമ്മം പുരുഷാർത്ഥങ്ങളുടെ ഒന്ന്. മഹാദേവൻ എപ്പോഴും അതിന്റെ ഭാഗത്ത് മാത്രം നിൽക്കുന്ന ആളാണ്. അതിന് ഭഗവാന് പക്ഷാഭേദം ഇല്ലതാണ്. രണ്ട്, അർത്ഥം. ഏറ്റവും കൂടുതൽ നമുക്കിന്ന് ജീവിക്കാൻ വേണ്ട സാധനമാണ് അർത്ഥം. ശിവനെ ഭജിച്ചാൽ ധനം കിട്ടുമോ എന്നാണ് പല ആൾക്കാരും ചോദിക്കുക. കാരണം ധനത്തിന്റെ ആള് മറ്റാളല്ലേ, ലക്ഷ്മിപതിയല്ലേ. മഹാലക്ഷ്മിയുടെ ഭർത്താവിന് മാത്രമേ ധനം തരാൻ സാധിക്കൂ എന്നോട് ആര് പറഞ്ഞു? ലോകത്തെ ഏറ്റവും വലിയ ശിവഭക്തന്മാരുടെ പേര് പറയുന്ന സമയത്ത് ഒരിക്കലും മാറ്റാൻ സാധിക്കാത്ത പേരുള്ള രണ്ട് പേരുണ്ട്. അതിലൊരാളുടെ പൂർവജന്മ കഥയായിട്ട് പറയുന്ന ഒന്നുണ്ട്. ഒരു കള്ളന്റെ കഥയാണത്. അയാള് ഒരു ശിവക്ഷേത്രത്തിൽ കക്കാൻ കയറി. കുറെ അമ്പലത്തിൽ മോഷ്ടിച്ചിട്ടുണ്ട്. ശിവന്റെ അമ്പലത്തിൽ അദ്ദേഹം മോഷ്ടിക്കാൻ പോയ സമയത്ത് അവിടെ ദീപസ്തംഭം അതേപോലെ ഇങ്ങനെ കത്തുന്നുണ്ട്. ആ ദീപസ്തംഭത്തിന്റെ വെളിച്ചമേ അവിടെ ഉള്ളൂ. അദ്ദേഹം ഈ പാത്രവും ഉരുളിയും, ഭഗവാൻ ഈ ആഭരണങ്ങളും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് രുദ്രാക്ഷവും ഒക്കെ അതുകൊണ്ട് അതൊന്നും നോക്കിയില്ല. ഉരുളി, പാത്രം അങ്ങനത്തെ കിട്ടുള്ളൂ. അപ്പൊ അതൊക്കെ നോക്കി സഞ്ചരിക്കുകയായിരുന്നു. പറയാം വലിയൊരു കാറ്റടിച്ചിട്ട് ഈ ദീപസ്തംഭം കിട്ടും, അണഞ്ഞുപോയി. അദ്ദേഹത്തിന് ആകെ വെളിച്ചമായിട്ടുണ്ടായിരുന്നു, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ വെളിച്ചത്തിലായി അമ്പലം ഇങ്ങനെ കണ്ടിരുന്നു. അദ്ദേഹത്തിന് എന്ത് തോന്നി? വെളിച്ചമില്ലാണ്ടത് അകത്തേക്ക് പോകണത് ബുദ്ധിമുട്ടല്ലേ എന്ന് കരുതി അവിടെ ഉണ്ടായിരുന്ന തീപ്പെട്ടിയോ രണ്ട് കല്ലോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഭാവനയ്ക്ക് അനുസരിച്ച് എടുത്തോളൂ. ഇത് കൊണ്ടെന്ന് ഒരതൊന്നും കത്തിക്കാൻ ശ്രമിക്കുന്നു.
അങ്ങനെ ചില സമയത്ത് ഇത് കത്തും. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യും, അതിലുള്ള ഒരു തിരിയിലേക്ക് ശ്രദ്ധിച്ച് അതിന്റെ ആ നാളത്തെ പകരും, അതിലൊരു തിരി എടുക്കും, നടന്നു പോവും. അപ്പൊ വീണ്ടും കാറ്റടിക്കും, വീടും, പിന്നെ കത്തിക്കും, നടന്നു പോവും, കാറ്റടിക്കും, കിടുന്നു, വീണ്ടും കത്തിക്കുന്നു, കിടുന്നു. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നടന്നു പോകുന്ന സമയത്ത് അവസാനം കക്കാൻ വന്നതൊക്കെ മറന്നുപോയി. പിന്നെ മൂപ്പരുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞത് കത്തിക്കുക. ഇത് കഴിഞ്ഞിട്ട് ബാക്കി എന്ത് ഏർപ്പാടുള്ളൂ, ഇരുന്ന് വലുതാ കത്തിക്കുക, തെടുക. പിന്നെ മൂപ്പർ മറന്നു എന്നുള്ള അയാളുടെ അവസ്ഥയെ തന്നെ അദ്ദേഹം മറന്നതാണ്. ഏതോ ഒരു സമയത്ത് കത്തി, കിട്ടില്ല. എത്ര കാറ്റടിച്ചിട്ടും അത് കെടാതെ നിന്നു. ആ കെടാത്ത വെളിച്ചത്തിൽ കണ്ടു എന്നാണ് ഭഗവാൻ. നിങ്ങളൊക്കെ നവീൻ പാടിയും ശ്രീകാര്യം പാടിയും കേൾക്കുന്ന ഈ നാഗഭൂഷിത എന്നുള്ള ചന്ദ്രശേഖര തെളിഞ്ഞു കാണുന്നതാണ്. ആ ഭഗവാനെ കണ്ടു എന്നാണ്. മഹാദേവൻ എന്താ പറഞ്ഞത്, നീ എന്റെ അമ്പലത്തിൽ കക്കാൻ വരുമ്പോൾ ആ വെളിച്ചത്തിൽ കുത്തല്ലേ ചെയ്തത്, എന്റെ ഉണ്ണി നീ എനിക്കൊരു തിരി തെളിയിച്ചല്ലോ എന്നാണ് പറഞ്ഞത് ഭഗവാൻ. അതാണ് ഭഗവാന്റെ കാര്യം. ഞാൻ ഇരുട്ടത്തായിരുന്ന സമയത്ത് നീ എനിക്കൊരു തിരി കത്തിച്ചല്ലോ, നിനക്ക് എന്താ വേണ്ടത്? നീ ആഗ്രഹിച്ചത് ഇവിടത്തെ ഓട്ടുരുളി, ഇവിടത്തെ ക്ലാവ് എന്ന പാത്രങ്ങളൊക്കെ അല്ലേ? നീ എന്നെ കണ്ടതോടുകൂടി നീ എന്നിൽ അലിഞ്ഞു ചേർന്നു. നിനക്ക് അടുത്തൊരു ജന്മം ഉണ്ടാവും. ഈ ഭൂലോകത്തിന്റെ മുഴുവൻ, ഈ ലോകത്തിന്റെ മുഴുവൻ നിധികളുടെ ആധിപത്യം ഞാൻ നിനക്ക് തന്നെ അനുഗ്രഹിക്കുന്നു. ലോകത്തെ ഏറ്റവും വെച്ച് ധനികൻ നീയാവും. ഞാൻ നിന്റെ ഏറ്റവും പരമായിട്ടുള്ള സുഹൃത്തായിട്ട് മാറും. നമ്മളെല്ലാ കാലത്തും നമ്മുടെ ഈ ബന്ധം തുറന്നുകൊണ്ട് പോകുന്ന അനുഗ്രഹിച്ചു. ആരാ കഥ? ആരാ ഏറ്റവും വലിയ പൈസക്കാരൻ? എടപ്പള്ളി ആയതുകൊണ്ട് നിങ്ങൾ യൂസഫ് അലി ഒന്നും പറയുന്നത്. അംബാനിയല്ല. ഭാരതീയ ധർമ്മം അനുസരിച്ച് ധനികനായിട്ടുള്ള വ്യക്തിയുടെ പേര് കുബേരൻ എന്നല്ല അദ്ദേഹത്തിന്റെ പേര്. കുബേരൻ എന്നുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു രൂപത്തിനെ വിളിക്കുന്ന പേരാണ്. കുബേരൻ എന്ന് പറഞ്ഞാൽ വൈരൂപ്യൻ എന്നാണ് അർത്ഥം. ശരിക്കുള്ള പേര് വൈശ്രവണൻ. വൈശ്രവണന്റെ പുനർജന്മാണ്. എങ്ങനെ മൂപ്പർക്ക് പൈസ കിട്ടിയേ? ശിവന്റെ അമ്പലത്തിൽ കക്കാൻ പോയിട്ട് എന്ന് വെച്ചിട്ട് ഈ ട്രിക്ക് എപ്പോഴും എടുക്കരുത്. നാളെ എങ്ങനെ പറഞ്ഞു, ഈ ട്രിക്ക് ഉപയോഗിച്ച് നിങ്ങൾ ശബരിമലയിൽ പോയിട്ട് ഭഗവാന്റെ അടുത്ത് കക്കാൻ വന്നാണ് ഭഗവാനെ അട്ടിയിട്ടു. അച്ഛന്റെ വേഗത്തിന്റെ സ്വഭാവമുള്ള മകനാണത്. ഓരോരുത്തർക്കും ഓരോ സ്വഭാവം. അതുകൊണ്ട് ധർമാർത്ഥ മോക്ഷങ്ങളിൽ ഏറ്റവും പരമായിട്ടുള്ള അർത്ഥം നിങ്ങൾക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിത്യേനയുള്ള ശിവഭജനം മാത്രം മതി. ധനുണ്ടാവാൻ കുബേരൻ എങ്ങനെയാണ് ധനികനായത്? അദ്ദേഹത്തിന് അത്രയധികം ശിവഭക്തി ഉണ്ടായിരുന്നു. മഹാദേവൻ ആരുടെയെങ്കിലും വീട്ടിൽ ഗൃഹസന്ദർശനം നമ്മൾ പോകാറില്ലല്ലേ? ഞായറാഴ്ചയും ഒരു ഒഴിവ് ദിവസം കിട്ടുമ്പോ ഔട്ടിങ്ങിന് പോയിട്ട് ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോകില്ലേ? ഭഗവാൻ വീട്ടിൽ പോയി കാണുന്ന ഒരേ ഒരാൾ കുബേരനാണ്. എന്തൊരു കഥയൊക്കെ അറിയാലോ. അവിടുത്തെ എടപ്പള്ളി ഉണ്ണി ഗണപതിയെ വിരുന്നിന് വിളിക്കുന്നത് കുബേരൻ തന്റെ ധനസമ്പത്ത് എത്രത്തോളം ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഗണപതി കല്യാണം, ഗണപതി വിരുന്നൊക്കെ പറഞ്ഞ് കഥയൊക്കെ ഉണ്ട്. അവസാനം ഭസ്മം കൊടുത്ത് ഭഗവാൻ കുട്ടിയെ ശാന്തനാക്കുന്നതൊക്കെ. അതാ ഭഗവാന്റെ ഫ്രണ്ടിന്റെ സ്ഥാനം പറഞ്ഞിട്ടുണ്ട്. ഭഗവാന്റെ സുഹൃത്ത് എന്ന് വിളിച്ച് ലോകത്തിൽ അറിയപ്പെടുന്ന ഒരേ ഒരാൾ കുബേരനാണ്, മഹാദേവൻ. മഹാദേവൻ താമസിക്കാൻ കൈലാസം തെരഞ്ഞെടുത്തത് പോലും അടുത്ത് അയൽപക്കത്ത് അളകാപുരി കുബേരന്റെ അടുത്ത് താമസിക്കാന്ന് കരുതിയതാണ്. അത്രയധികം ധനത്തിനുള്ള ആവശ്യവും ഭഗവാൻ തീർത്തു തരും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ധനമാണ് ഭഗവാനെ കൊണ്ട് വേണ്ടതെന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോ ധനം മാത്രം ഉണ്ടായിട്ട് എന്താ കാര്യം? കിടന്ന കിടപ്പിൽ ഇങ്ങനെ കിടക്കുകയല്ലേ ഭഗവാനെ എന്ന് പറഞ്ഞാൽ അതുമല്ല, അതിന്റെ അപ്പുറത്തേക്ക് ശക്തി. അതാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ അതും ഭഗവാൻ തരും. മഹാദേവന്റെ ഭക്തന്മാരെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ നന്ദികേശനെ കുറിച്ച് സംസാരിക്കുന്നു, അല്ലെങ്കിൽ കുബേരനെ കുറിച്ച് സംസാരിക്കുന്നു, മറ്റ് മഹർഷിമാരെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ എവിടെയെങ്കിലും പോയി മഹാദേവന്റെ ഭക്തന്മാരെ കുറിച്ച് നിങ്ങൾ പറയുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു പേരുണ്ട്. എന്റേത് രാവണനാണ്. മഹാദേവന്റെ ഏറ്റവും വലിയ ഭക്തന്മാരിൽ ഒരാളായിരുന്നു. എന്തുകൊണ്ട് ഭഗവാൻ ശ്രീരാമൻ ഇങ്ങനെ പുറത്ത് തന്റെ എതിരാളിയായിട്ട് അപ്പുറത്ത് നിൽക്കുമ്പോഴും ഈ ചൈതന്യം എവിടെ നിന്ന് രാവണന് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിത്യേനയുള്ള ശിവപൂജ എന്നുകൊണ്ട് മാത്രമാണ്. ഭഗവാന്റെ ഏറ്റവും പരമഭക്തനായിട്ടുള്ള ഗുരുവായൂരപ്പന്റെ ഏറ്റവും പരമഭക്തനായിട്ടുള്ള ഒരു നമ്പൂതിരി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് പെട്ടെന്ന് എന്റെ ഓർമ്മയിൽ വരുന്നില്ല, എപ്പോഴും ഓർമ്മയിൽ വരുമ്പോൾ പറയാം.
അദ്ദേഹം മഹാദേവനെ കുറിച്ച് എഴുതിയ ചേലപ്പറമ്പ് നമ്പൂതിരി അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം മഹാദേവനെ കുറിച്ച് എഴുതിയ ഒരു പാട്ടിന്റെ അവസാനത്തിൽ അദ്ദേഹം എഴുതി വെച്ചത് മുഷ്കേ നിന്നോട് നല്ലു എന്നാണ്. മുഷ്കേ നിന്നോട് നല്ലു. ആരെ കുറിച്ച് എഴുതി? മഹാദേവനെ കുറിച്ച് എഴുതി. കാരണം ഈ ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയുള്ള ഭഗവാനാ? കഷ്ടപ്പെടുന്നവരെ, ഹാർഡ് വർക്ക് ചെയ്യുന്നവരെ, അധ്വാനിക്കുന്നവരെ ഇത്രയധികം ഇഷ്ടമുള്ള ഒരാൾ ലോകത്ത് വേറുണ്ടാവില്ല. എന്തിടത്ത് പോയിട്ട് നമ്മൾ ഭഗവാനോട് പോയിട്ട് ഭഗവാനെ എനിക്കിത് തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഭഗവാൻ ഞാൻ ഇത് തന്നാൽ നിനക്കിത് വാങ്ങാനുള്ള കഴിവുണ്ടോ എന്ന് ഭഗവാൻ പരിശോധിക്കുന്നതാണ്. അങ്ങനെ പരിശോധിച്ചേ ഭഗവാൻ എന്തും കൊടുക്കുള്ളൂ. അതിന് എന്ത് ചെയ്യണം? ഹാർഡ് വർക്ക് ചെയ്ത് കാണിക്കണം, അധ്വാനിക്കണം. അധ്വാനിക്കുന്നവരെ എത്ര അധികം ഇഷ്ടമുള്ള ഒരാൾ ഭഗവാനെ പോലെ വേറെ അല്ല. കാരണം ഭഗവാനാണ് ഈ ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും വലിയ അധ്വാനം. സൃഷ്ടിയും സ്ഥിതിയൊക്കെ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ, വളരെ എളുപ്പം കഴിയും. അതൊക്കെ സൃഷ്ടി ചെയ്യാൻ വളരെ ചെറിയ സമയം മതി, സ്ഥിതി ചെയ്യാൻ പിന്നെയും കുറച്ചുകൂടെ സമയം വേണം. ഈ സംഹാരം എന്ന് വിളിക്കപ്പെടുന്ന ക്രിയ ചെയ്യണമെങ്കിൽ ചില്ല അധ്വാനം പോരാ. അത് ചെയ്യുന്ന ആളാണ് ഭഗവാൻ. കാരണം ഭഗവാനെ പോലുള്ള ആൾക്കാരെ ഇഷ്ടം. അധ്വാനിക്കണം. ഒന്നും ഒരാൾക്കും വെറുതെ കൊടുത്ത പാരമ്പര്യം ശിവനില്ല. വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോ വന്നിട്ടുണ്ടല്ലോ ആ ഇടപാടില്ല കേട്ടോ. ഭഗവാൻ അധ്വാനിച്ച് കാണിച്ചു കൊടുക്കണം, അപ്പൊ തരും. നോക്കൂ, രാവണന് ചന്ദ്രഹാസം വെറുതെ ഭഗവാൻ ഒരു ദിവസം ഭഗവാനെ ഞാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ കൊടുത്തതല്ല. കൈലാസം എടുത്ത് പൊക്കി കാണിച്ചു കൊടുത്തു, ഇത് വാങ്ങാനുള്ള കെൽപ്പ് എനിക്കുണ്ട് ഭഗവാനെ. അത് പൊക്കി കാണിച്ചപ്പോഴാണ് കൊടുത്തത് ചന്ദ്രഹാസം. അത് കയ്യിൽ വെച്ചോ, അപ്പോഴേ കൊടുത്തിട്ടുള്ളൂ. പാശുപതം എങ്ങനെ അർജുന് കിട്ടിയത്? കുറെ തപസ്സിരുന്ന് മഹാദേവൻ ഇങ്ങനെ വന്നിട്ട് അർജുന നിന്റെ തപസ്സിൽ ഞാൻ സംപ്രീതനായി, ഇതാ പാശുപതം. അങ്ങനെയാണോ? ഭഗവാൻ കിരാതമൂർത്തിയായിട്ട് വന്നതാ എറണാകുളത്തൊപ്പം നല്ല അസ്ഥല കിരാതന. ആ ഭഗവാൻ വന്ന് തന്നോട് യുദ്ധം ചെയ്യാൻ ആവശ്യപ്പെടുന്നു തന്റെ ഭക്തനോട്. ആര് ചെയ്യും അങ്ങനെ? തന്നോട് യുദ്ധം ചെയ്യുന്ന സമയത്ത് കഥകളി കിരാതം കണ്ടിട്ടുണ്ടെങ്കിൽ വലിയ രസമാണ്. ഭഗവാന്റെ ഈ ശിവൻ സീരിയസ് ആണെന്ന് പറയുന്ന ആൾക്കാരൊക്കെ കിരാതം കഥകളി കണ്ടെന്ന് ഞാൻ പറയാം. ഭഗവാൻ ഇങ്ങനെ കോമഡി കാണിക്കുന്നത് നിങ്ങൾക്ക് വേറെ എവിടെയും കാണാൻ സാധിക്കില്ല. പറയുമ്പോ ഇപ്പൊ മറ്റേ കണ്ണപ്പ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വന്ന് ലാലേട്ടൻ എന്തൊക്കെ റീക്രിയേറ്റ് ചെയ്തൊക്കെ നോക്കി. എത്രത്തോളം നോക്കൂ, ലാലേട്ടൻ നടനാണ്. മഹാദേവൻ വിളിക്കുക മഹാനടൻ, മാടെന്ന് വിളിക്കുന്ന മഹാദേവനാണ്. ലോകത്ത് വെച്ച് ഏറ്റവും ബെസ്റ്റ് ആക്ടർ ആരാ? മഹാദേവനാണ്. നിങ്ങൾ ഇന്ന് കാണുന്ന ഏത് കലയ്ക്കും അധിപതിയായിട്ടുള്ളത് ആരാണ്? മഹാദേവനാണ്. ഇന്ന് നിങ്ങൾ കാണുന്ന ഏത് നൃത്തത്തിന് അധിപതിയായിട്ടുള്ളത് ആരാണ്? നടരാജനായിട്ടുള്ള ഭഗവാനാണ്. അങ്ങനെയുള്ള ആ ഭഗവാന്റെ ഏറ്റവും ഫണ്ണി ആയിട്ടുള്ള രൂപം കിരാതം, ഏറ്റവും രൗദ്രമായിട്ടുള്ള രൂപമാണ്. എന്നാ ഭഗവാൻ തമാശ കളിക്കുന്നത് കാണുന്നത്. അർജുനന്റെ അടുത്ത് വന്ന് ചോദിക്കുന്നു, നോക്കൂ അർജുനെ ടീസ് ചെയ്യുന്ന ഭഗവാൻ, നിനക്ക് നാണുണ്ടോ എന്നോട് യുദ്ധം ചെയ്യാൻ? നീ വലിയ പാണ്ഡവനല്ലേ? ഞാൻ കഷ്ടപ്പെട്ട് ഏത് വീട്ടിൽ ഈ പന്നിയെ കൊണ്ടിട്ട് വേണോ നിനക്ക് ഇന്ന് ഭക്ഷിക്കാൻ? എത്ര ഭംഗിയായിട്ടാണ് ഭഗവാൻ തന്റെ ഭക്തനെ പരീക്ഷിക്കുന്നത്. അങ്ങനെ ശിവനുമായി യുദ്ധം ചെയ്യുന്ന അർജുനൻ അല്ലെ, ആ ശിവനുമായി യുദ്ധം ചെയ്ത് ശിവന്റെ കൈ എത്രത്തോളം തന്റെ പുറത്ത് വീഴുന്നുണ്ട് അത്രത്തോളം അർജുനന്റെ കൈയും ഭഗവാന്റെ പുറത്ത് വീണിട്ടുണ്ടെന്നാണ്. ഈ അമ്പൊടുങ്ങാത്ത ആവനാഴി ഉണ്ടല്ലോ അർജുനന്റെ, ഭഗവാന്റെ ദേഹത്തേക്ക് ഇങ്ങനെ ഈ അസ്ത്രങ്ങൾ ഇങ്ങനെ അയക്കുന്ന സമയത്ത് ദേവി ശമിച്ചു ശ്രീ പാർവതി ഈ അമ്പൊടുങ്ങാത്ത ആവനാഴി കാര്യമായിട്ട് പൊട്ടങ്ങി. അപ്പൊ ഗാന്ധികൾ മാത്രമായിട്ട് കയ്യിൽ അസ്ത്രം അയക്കാനില്ല. കഥയിൽ പറയുക ഈ ഗാന്ധികൾ കൊണ്ട് ഭഗവാന്റെ തലയ്ക്ക് അടിച്ചു. ഇന്നും മഹാദേവന്റെ തലയുണ്ട് ആ ഭാഗം. ഈ ഗാന്ധികൾ കൊണ്ട് കിട്ടിയ അടി രണ്ട് പേരാ ഭക്തന്മാരുടെ കയ്യിൽ നിന്ന് കിട്ടിയ അടി അലങ്കാരമായിട്ട് കൊണ്ടിറങ്ങുന്നത്. ഒന്ന് സാക്ഷാത് ഗുരുവായൂരപ്പൻ. നിങ്ങൾ ഈ ശ്രീവത്സം എന്ന് പറഞ്ഞിങ്ങനെ പുകഴ്ത്തുന്നുണ്ടല്ലോ, ഭൃഗു മഹർഷി ചവിട്ടിയ പാടാ നാരായണ. അങ്ങനെ ഭൃഗുവിന്റെ കൈ കൊണ്ട് കിട്ടിയ ചവിട്ടിനെയാണ് നമ്മൾ ശ്രീവത്സം എന്ന് വിളിച്ച് പുകഴ്ത്തുന്നത്. ഞങ്ങൾ ഗുരുവായൂർ പോവുകയാണെങ്കിൽ ഗുരുവായൂർ ശിവേലി തടമ്പ് ഭഗവാന്റെ എപ്പോഴും നോക്കാൻ തന്നെ സമയം കിട്ടില്ല. ആ പിന്നെ അല്ലെ കഴുത്തൊക്കെ നോക്കണം. എപ്പോഴെങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ ഭഗവാന്റെ ശിവേലി തടമ്പ് പുറത്തിറങ്ങുമ്പോൾ നോക്കുക. അല്ലെങ്കിൽ ഗുരുവായൂർ ദിവസം ഡയറി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതെടുത്ത് നോക്കുക. ഭഗവാന്റെ ശിവേലി തടമ്പ് വിഗ്രഹത്തിൽ നിങ്ങൾക്ക് ഭഗവാന്റെ വലതു ഭാഗത്തായിട്ട് ആ ചവിട്ടിയ പാട് അവിടെ കൊത്തി വെച്ചിട്ടുണ്ട്. ഇപ്പോഴുണ്ട്. അങ്ങനെയാണ് ഈ ശ്രീവത്സം നോക്കുന്നത്. പിന്നൊന്ന് അർജുനെ കിട്ടിയ അടിയാ ഇവിടെ തലയിലുണ്ടെന്നാണ്. ഈ തലയിൽ അടി കിട്ടുമ്പോഴാണ് ഭഗവാൻ ഈ കിരാതനാണെന്നൊക്കെ പറഞ്ഞ് താൻ ശിവനാണെന്ന ബോധ്യത്തിൽ വരികയും അർജുനെ എടുത്ത് വലിച്ചെറിയുകയും. ഈ കഥകളി നാളെ അവിടെ പട്ടാഭിഷേകം
കഥയുണ്ടല്ലോ അല്ലെ, നമ്മളെല്ലാവരും അത് കാണണം, ഗംഭീരമാണ്. കഥകളിയിലെ കിരാതത്തില് ഈ ഭഗവാന്റെ ഈ ദേവിയുടെ ശാപുണ്ടല്ലോ, ഈ അമ്പൊടുങ്ങാത്ത ആവനാഴി കാലിയായിട്ട് പോട്ടെ എന്ന് പറഞ്ഞ് ശ്രീപാർവതി ശപിക്കുന്നത് കാണാൻ നിങ്ങൾക്ക്. അപ്പൊ പാർവതി ശപിക്കുന്ന സമയത്ത് അർജുനന്റെ കയ്യിലുള്ള അസ്ത്രം പോകും. അപ്പൊ ഗാന്ഡീവം മാത്രമേ കയ്യിലുണ്ടാവുള്ളൂ. അപ്പൊ ഈ ഗാന്ഡീവം മാത്രം കയ്യിലുള്ള അർജുനൻ കഥകളിയിൽ ഭഗവാന്റെ മണ്ടക്കിട്ടടിക്കും. അതിലെല്ലാവരും പകച്ചു നിൽക്കുന്ന സമയത്ത് ശ്രീപാർവതി മാത്രം കൈയടിക്കുന്നത് കാണാൻ നിങ്ങൾക്ക്. കുറെ നാളായി ഇവർക്കിട്ട് രണ്ടെണ്ണം പൊട്ടിക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ട്. ഈ ഗംഗ മുകളിലുണ്ട്. കഥകളിയിൽ കാണിക്കുമ്പോൾ അങ്ങനെ കാണിക്കാം, അല്ലെങ്കിൽ അമ്മയ്ക്കും ഗംഗാമാതാവിനും തമ്മിൽ വ്യത്യാസമില്ല. പക്ഷെ കഥകളി ഭയങ്കര രസമാണ് കിരാതം കാണാം. നിങ്ങൾ എപ്പോഴെങ്കിലും ചാൻസ് കിട്ടുന്നത് പോയി കാണാം. തൃപ്പൂണിത്തുറയല്ലേ, ഇവിടെ എറണാകുളം ഇഷ്ടംപോലെ ഉണ്ടാവും. അപ്പൊ നോക്കൂ, അങ്ങനെ തന്റെ വീര്യത പ്രകടിപ്പിച്ച് മഹാദേവന്റെ മുമ്പിൽ അപ്പോഴാണ് എടുത്തു കൊടുത്തത് പാശുപതം. അല്ലാതെ നീ എന്റെ ഭക്തനല്ലേ എന്ന് പറഞ്ഞിട്ട് കൊടുത്തതല്ല. സ്വന്തം കഴിവിൽ വിശ്വാസം വേണം ശിവന്റെ ഭക്തർക്ക്. ഭഗവാൻ ഇത് തരുന്ന സമയത്ത് അത് പരിപാലിക്കാനുള്ള ശക്തി എനിക്കുണ്ടെന്ന് നോക്കും ഭഗവാൻ, എന്നിട്ട് എടുത്തു തരും. അതുകൊണ്ടാണ് ചേലപ്പറമ്പിൽ എഴുതിയത് മുഷ്കേ നിന്നോട് തല്ലു. ചാൽ നിന്നോട് വെറുതെ ഇങ്ങനെ നിന്ന് പ്രാർത്ഥിക്കുന്നതിനൊക്കെ നല്ലത് നിന്നോടൊന്ന് ഗുസ്തിക പിടിച്ചാൽ പെട്ടെന്ന് കിട്ടുന്നതാണ്. എത്രയോ കാലം താമസിക്കുന്ന കുബേരൻ ഏറ്റവും അടുത്ത ഭഗവാന്റെ മല്ല. പക്ഷെ ആ കുബേരന്റെ അനിയനോടായി ഭഗവാൻ പിന്നീട് കുറച്ചുകൂടെ സ്നേഹം. കാരണം എന്താ, മുഷ്ടി കാണിച്ചു. ആരാ കുബേരന്റെ അനിയൻ? രാവണൻ. കുബേരന്റെ മുഴുവൻ സ്വത്ത് ഒരിക്കലും രാവണൻ എടുത്തോണ്ടാണ് കേട്ടോ. ഭഗവാനാണ് തിരിച്ചു വാങ്ങി കൊടുക്കുന്നത് കുബേരന്. രണ്ടുപേരും നല്ല രീതിയിൽ കഴിഞ്ഞു പോകും. അപ്പൊ ശിവഭക്തി കൊണ്ട് ഏറ്റവും വലിയ ഔന്നത്യത്തിലെത്തിയിട്ടുള്ള രാമന്റെയൊക്കെ ശിവപൂജ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ശിവനെ പൂജിക്കാൻ തോന്നില്ല. അത് അത്ര ഗംഭീരമായിട്ടാണ് പൂജിക്കുന്നത്. ഇങ്ങനെയൊക്കെ പൂജിക്കാൻ പറ്റുമോ എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സ്തോത്രമുള്ള ഈ ശിവതാണ്ഡവ സ്തോത്രം. അത് എഴുതിയുള്ള ആരാണ്? രാവണനാണ്. ജടാകടാക സംഭ്രമം, അതെല്ലാം കേൾക്കുന്നുണ്ടാവുമല്ലോ അല്ലെ. രാവണൻ എഴുതിയതാണ്. ഒരു അസുരനെന്നോ ദേവനെന്നോ ഭേദമില്ലാതെ. അപ്പൊ നിങ്ങളൊക്കെ ചോദിക്കും, ഗുരുവായൂരപ്പന് അസുരന്മാരെന്ന് പറഞ്ഞ ഭേദമുണ്ടോ? ഗുരുവായൂരപ്പന് ഭേദമൊന്നുമില്ല. പ്രഹ്ലാദാര അസുരനല്ലേ? മഹാബലിയാര അസുരനല്ലേ? ഇവർക്ക് ആർക്കും തന്നെ ഇങ്ങനെയുള്ള ഭേദഭാവമൊന്നും ഇല്ലാന്നും കൂടെ ഇടയ്ക്കിടയ്ക്കെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്കുള്ള പ്രശ്നമാണ്. ശിവൻ മാത്രം പക്ഷാഭേദം ഇല്ലാതെ എല്ലാവരും ഒരേപോലെ കാണുന്ന ആള്. വിഷ്ണു ദേവന്മാർക്ക് വേണ്ടി കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആള്. നമ്മളൊക്കെ പറഞ്ഞുണ്ടാക്കുന്നതാണ്. എന്തായാലും അങ്ങനെ ഭേദഭാവം കാണാതെ ഭഗവാനെ ഭജിക്കുന്നവർക്കാണ് ഈ പറഞ്ഞ അർത്ഥം, രണ്ടാമത്തെ ധർമാർത്ഥ കാമമോക്ഷങ്ങളിൽ അർത്ഥവും കിട്ടുന്നത്. നമുക്ക് ഭഗവാനെയാണ് ഇതപ്പം വരാൻ പോകുന്നു. തിരുവാതിര ഇവിടെ അടുത്ത് തിരുവൈരാനെ കൊടുത്തു. മംഗല്യം നടക്കാനായിട്ടുള്ള അവസ്ഥയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഭജിക്കുന്നത് ആരെയാണ്? മഹാദേവനെ. ശ്രീപാർവതി മഹാദേവനെയും ഭജിക്കാനാണ് എവിടെ നോക്കിയാലും നിങ്ങൾ കാണുന്നത്. നല്ല മക്കൾ ഉണ്ടാവാനും കല്യാണം നടക്കാനും ആരെ പ്രാർത്ഥിക്കണം? നമ്മളൊക്കെ ഇങ്ങനെ ഈ വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ട് നടക്കുന്നതല്ലോ, ഞാൻ വൈരാഗ്യാണ്. ആ വൈരാഗ്യങ്ങൾ എന്നെ ഗൃഹസ്ഥനാക്കിയത് ഇവിടാണല്ലേ. ആ പരമ മംഗള സ്വരൂപനായിരുന്ന ഭഗവാനെയാണ് വിവാഹം നടക്കാൻ വേണ്ടി പോലും പ്രാർത്ഥിക്കേണ്ടത്. മല്ലികാർജുനൻ ഇങ്ങോട്ടൊരു ഭാവം നടക്കാനും വിവാഹം നടക്കാൻ വേണ്ടി ഏറ്റവും നന്നായിട്ട് ആശ്രയിക്കണമെന്ന ഭാവം. ഏത് ഭാവം? ഇവിടെ ധർമാർത്ഥ കാമോക്ഷങ്ങളിൽ ധർമ്മം നന്ദി കൊണ്ട്, അർത്ഥം കുബേരനെ കൊണ്ട്, കാമം ശ്രീപാർവതിയെ കൊണ്ട്, ഇനി മോക്ഷം അതെല്ലാവർക്കും ഭഗവാൻ തന്നുകൊണ്ടേയിരുന്നു. ഇങ്ങനെയുള്ളൊരു ഭഗവാനെ നമ്മളിൽ നിന്ന് പല ആളുകളും മാറ്റിവെക്കാൻ ശ്രമിക്കുന്നത് ഭഗവാന്റെ ഈ ദേഷ്യം അല്ലെങ്കിൽ ഭഗവാന്റെ ഈ ക്രോധസ്വരൂപം പറഞ്ഞുകൊണ്ടാണ്. ഭഗവാനെ പേടിക്കേണ്ടതുണ്ടോ എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. അവിടെ വിളക്കെഴുന്നള്ളിപ്പുള്ളതാണ്. നമുക്ക് ശിവനെ പേടിയുണ്ടോ? എല്ലാവരുടെയും പ്രശ്നം ഭഗവാന്റെ ഈ മൂന്നാമത്തെ കണ്ണാണ്. അതിൽ നിന്ന് വരുന്ന അഗ്നി അതെല്ലാത്തിനെയും ദഹിപ്പിക്കുന്നു, ഭസ്മാക്കുന്നു. ഭഗവാനോട് എല്ലാവരുടെയും പോലെ തമാശ പറയാൻ പറ്റില്ല. തമാശ പറഞ്ഞാൽ ചിലപ്പോൾ തുറക്കും. എന്തിനാണ് ഭഗവാനെ ഇങ്ങനെ ഈ ഒരു ഭീതിയുടെ മതിൽ കെട്ടിയിട്ട് അപ്പുറത്തേക്ക് ആക്കി വെച്ചിരിക്കുന്നത്? എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ശിവനെ. ഗുരുവായൂരപ്പനോട് നിങ്ങൾക്ക് ഇഷ്ടം കൂടിയതിന്റെ കാരണം ഭയമില്ലാതെ പോയതും മഹാദേവനെ റെസ്പെക്റ്റോടുകൂടി മാത്രം നമ്മൾ കാണുന്നത് ഭയത്തിന്റെ പേരിലാണെന്ന് പലപ്പോഴും പറയാനുണ്ട്. ഭയമാണ്. നിങ്ങൾക്ക് രണ്ട് കഥകൾ ഭാഗം നോക്കുകയാണെങ്കിൽ അജാമിളന്റെ കഥ കാണാം. അജാമിളൻ ഈ അവസാനത്തെ കുട്ടിക്ക് നാരായണ എന്ന് പേരിട്ടിട്ട് മരിക്കാൻ പോയ സമയത്ത് നാരായണ എന്ന് വിളിച്ചപ്പോ വിഷ്ണു ദൂതന്മാർ ഇറങ്ങി വന്നു എന്നും അദ്ദേഹത്തെ തടഞ്ഞു എന്നും അജാമിളന് രണ്ടാമതൊരു അവസരം കൊടുത്തു എന്നുമാണ് അജാമിളന്റെ കഥയിൽ പറയുന്നത്. നിങ്ങൾ മാർക്കണ്ഡേയന്റെ കഥ നോക്കൂ. മാർക്കണ്ഡേയന്റെ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെടുന്ന ഭഗവാൻ
തടയണ ഏർപ്പാടൊന്നും ഭഗവാൻ ഉണ്ടാകില്ല. അപ്പൊ തന്നെ കാലിനെ കൊല്ലുകയായിരുന്നു. വേറെ സംസാരമൊന്നുമില്ല. എന്റെ മുമ്പിൽ വെച്ച് എന്റെ ഭക്തനെ തൊടാനുള്ള ധൈര്യം നീ കാണിച്ചോ എന്ന് വെച്ചിട്ട് കാലിനെ വധിച്ച ഭഗവാനെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്. പിന്നെ ഇതിൽ കൂടുതൽ എന്താണ് നമ്മൾ പറയുന്നത്? ഏതൊരു ഭഗവാനെയാണോ നമ്മൾ ആരാധിക്കുന്നത്, ആ ഭഗവാൻ ആത്യന്തികമായിട്ട് എന്ത് ചെയ്തു? ഭക്തന് വേണ്ടി കാലിനെ കൊന്നു. കുഞ്ചൻ നമ്പ്യാരുടെ കവിത ഉണ്ട്, കാലമില്ലാത്ത കാലം, മുത്തച്ഛന്റെ മുത്തച്ഛന്റെ മുത്തച്ഛൻ എപ്പോഴും ഇരിക്കുന്നുള്ളത്. ഈ കുറച്ചു കാലം ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, കാലം പോയതിനു ശേഷമുള്ള സമയം. ആ കഥയിലേക്ക് നമ്മൾ വരുമ്പോ ഒരു ഭക്തന് വേണ്ടി മഹാദേവൻ എന്ത് ചെയ്തു? വിധിയെപ്പോലും മാറ്റുന്നു. 16 വയസ്സായിരുന്നു മാർക്കണ്ഡേയൻ ആയുസ്. ഭഗവാൻ എന്താ ചെയ്തത്? കാലിനെ കൊല്ലുകയും ചെയ്തു. ഓൺ ദ സ്പോട്ട് അടുത്ത വരാണ്, ചിരഞ്ജീവി ആയിരിക്കട്ടെ. ഭഗവാൻ അല്ലാണ്ട് ആര് ചെയ്യുന്നത്? മഹാദേവനല്ലാതെ. അജാമിലെ ഭഗവാൻ ഗുരുവായൂരൻ പോലും ഇനി ഈ കിടപ്പിൽ നന്നായി ചിന്തിച്ച് ജീവിക്കുന്നുണ്ട് അനുഗ്രഹിച്ചു പോവുകയും, അല്ലാണ്ട് എഴുതി നടക്കുകയല്ല. ഈ മൂന്നാമത്തെ കണ്ണിനോടുള്ള ഭയം കൂടെ തീർക്കുക എന്നുള്ളതാണ് എന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അതുകൂടെ തീർത്തിട്ട് നമുക്ക് പോകാം. ആരെങ്കിലും കുട്ടികൾ പറയുകയാണെങ്കിൽ അയ്യോ ശിവൻ മൂന്നാമത്തെ കണ്ണ് തുറക്കുന്നതിന് തൊട്ട് ഓടം നിൽക്കരുത്. എന്താണ് ഈ മൂന്നാമത്തെ കണ്ണ്? ഭഗവാന്റെ പ്രസിദ്ധമായിട്ടൊരു ധ്യാനമുണ്ട്, മുഴുവൻ ഞാൻ ചൊല്ലുന്നില്ല. ഈ കാണാവുന്ന ഈ പുതുക്കലവട്ടത്ത് പ്രതിഷ്ഠിതമായിട്ടുള്ള ഭഗവാന്റെ ഈ ശിവലിംഗ രൂപത്തെ ഈ ലോകം മുഴുവൻ വ്യാപിച്ചതായിട്ട് കാണാൻ പറയുന്ന ഒരു ധ്യാനമുണ്ട് ശ്രീരുദ്രത്തിൽ. തുടങ്ങുന്നത് ഏകദേശം പീഠം യസ്യ ധരിത്രി ജലധര കലശം ലിംഗമാകാശമൂർത്തി നക്ഷത്രം പുഷ്പമാല്യം ഗ്രഹഗണകുസുമം സൂര്യചന്ദ്ര വഗ്നി അർക്കനേത്രം എന്നാണ്. അതിൽ പറയാ ഈ കാണുന്ന നമ്മൾ ഈ കാല് വെച്ചിരിക്കുന്ന ഈ ഭൂമി എന്ന് പറയുന്നത് ശിവലിംഗത്തിന്റെ പീഠാണ്. പീഠം യസ്യ ധരിത്രി ജലധര കലശം, ഈ കാണുന്ന ആകാശത്ത് കാണുന്ന മേഘങ്ങളൊക്കെ ഭഗവാന് ധാര കഴിക്കാൻ വേണ്ടി നിൽക്കുന്ന കലശക്കുടങ്ങളാണ് എന്നാണ് സങ്കല്പം. ജലധര കലശം ലിംഗമാകാശമൂർത്തി, നിങ്ങൾക്ക് മുകളിലേക്ക് നോക്കിയാൽ കാണുന്ന ആ കളർ, ഈ ബ്ലാക്ക് കളറിൽ കാണുന്ന ആകാശം, അത് തന്നെയാണ് ശിവലിംഗം. ലിംഗമാകാശമൂർത്തി. നക്ഷത്രം പുഷ്പമാല്യം, കുറച്ചേരം കഴിഞ്ഞാൽ അതിൽ അവിടെ ഇവിടെ ആയിട്ട് നക്ഷത്രങ്ങൾ വരും. ആ നക്ഷത്രങ്ങളൊക്കെ എന്താണ്? ഭഗവാന്റെ കഴുത്തിൽ ഭഗവാൻ അണിഞ്ഞിട്ടുള്ള മാലകളാണ് എന്നാണ് സങ്കല്പം. ഗ്രഹഗണകുസുമം, നമുക്കറിയാവുന്ന 9 കോടിക്കണക്കിനുണ്ട്. ആ കോടിക്കണക്കിന് ഗ്രഹങ്ങൾ ഭഗവാനിലേക്ക് അർച്ചിക്കപ്പെട്ടിട്ടുള്ള കുസുമങ്ങളാണ് എന്നാണ് സങ്കല്പം. കുക്ഷി സപ്തസമുദ്രം എന്ന് പറയും. ഭഗവാന്റെ വയറാണത്രേ ഈ കാണാവുന്ന സമുദ്രങ്ങൾ മുഴുവൻ. ഭഗവാന്റെ തോളാണത്രേ കാണാവുന്ന പർവ്വതങ്ങൾ മുഴുവൻ. അതിൽ ഈ 3 കണ്ണുകളെ കുറിച്ച് പറയുന്നുണ്ട്. സൂര്യ ചന്ദ്ര വഗ്നി നേത്രം എന്നാണ്. ഒരു കണ്ണ് സൂര്യൻ, ഒരു കണ്ണ് ചന്ദ്രൻ, ഒരു കണ്ണ് അഗ്നി. എന്തിനാ അഗ്നി സനാതന ധർമ്മത്തിൽ പ്രധാനം ചെയ്യുന്നത്? എന്തിനാ വിളക്കോത്തനെ? അഗ്നി എപ്പോഴും എന്തിനെ പ്രധാനം ചെയ്യുന്നു? എന്തിനാ ദീപാവലിക്ക് വിളക്കോത്തനെ? എന്തിനാ തൃക്കാർത്തേക്ക് വിളക്കോത്തനെ? എന്തിനാ വിഷുവിന് പടക്കം പൊട്ടിക്കണേ? എപ്പോഴും വെളിച്ചത്തെ അഗ്നി എന്തിനെ പ്രധാനം ചെയ്യുന്നു? അറിവിനെ പ്രധാനം ചെയ്യുന്നു. അപ്പൊ ഭഗവാന്റെ മൂന്നാമത്തെ കണ്ണ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഗ്നി മാത്രമല്ല, അതെന്താണ്? അറിവാകുന്ന കണ്ണാണ്. തൃക്കണ്ണ് എന്ന് വിളിക്കുന്നത് ആത്യന്തികമായിട്ട് അറിവാണ്. എന്താ അറിവ്? ആത്യന്തികമായിട്ടുള്ള അറിവ് എന്താ? നമ്മുടെ ധർമ്മത്തെ സംബന്ധിച്ചിടത്തോളം, സനാതന ധർമ്മത്തെ സംബന്ധിച്ചിടത്തോളം അറിയേണ്ടതായിട്ട് ഒറ്റ വസ്തു ഉള്ളൂ. അതെന്താണ്? സ്വാമി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, നീ എന്താണോ അന്വേഷിക്കുന്നത് അത് നീ തന്നെയാകുന്നു. നീയും അതും തമ്മിൽ വ്യത്യാസമില്ല. നീയും അതും ഒന്ന് തന്നെയാകുന്നു. ഇതാണല്ലോ പരമമായിട്ട് അറിവ്. നമ്മുടെ ധർമ്മത്തിൽ മാത്രമാണ് നമ്മളും ഈശ്വരനും ഒന്നാണെന്ന് പറയാം. വേറെ എവിടെയുണ്ടോ? ബാക്കിയെല്ലാം യജമാന സ്ഥാനത്ത് ഈശ്വരനെ വെക്കുകയും നമ്മളൊക്കെ ഭൃത്യന്മാരും അടിമകളുമായിട്ട് കിടക്കുന്ന സംസ്കാരം. നമുക്കോ നമ്മളെ ഈശ്വരനും ഒന്നായി കാണുന്ന സംസ്കാരം. നമ്മളെ വിട്ടൊരാൾ പോയി കഴിഞ്ഞാൽ, പിതൃലോകത്ത് പോയി കഴിഞ്ഞാൽ അയാളെ പോലും ഈശ്വരനായിട്ട് കാണുന്ന സംസ്കാരം. അതാണ് നമ്മുടെ സംസ്കാരം. ആത്യന്തികമായിട്ട് നമ്മളിൽ, നിങ്ങൾ ഭഗവത്പാദ ശങ്കര ഭഗവത്പാദന്റെ അവസാനത്തെ ശ്ലോകം ഉണ്ട്. അദ്ദേഹം പത്മപാദം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ശിഷ്യന്റെ വടിയിൽ ഇങ്ങനെ തലവെച്ച് കിടക്കുന്ന സമയത്ത് ഗുരുനാഥനോട് ചോദിക്കും ശിഷ്യൻ, അങ്ങ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു, അങ്ങ് യഥാർത്ഥത്തിൽ ആരാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാക്കിയ, അങ്ങ് എനിക്ക് ആരാണെന്ന് പറഞ്ഞില്ല. ശങ്കരനോട് ചോദിക്കുന്നതാണ് പത്മപാദൻ. എന്താ അദ്ദേഹം പറയുന്നത്? ഞാൻ മണ്ണല്ല, ഞാൻ മരമല്ല, ഞാൻ ഈ കാണാവുന്ന പ്രപഞ്ചത്തിലെ ഒന്നുമല്ല, ഞാൻ ഇതിന്നൊന്നും ഉണ്ടായതല്ല. ഒരു ശ്ലോകം ഉണ്ട്, അതിന്റെ അവസാനത്തെ ഭാഗം മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഏകോപശിഷ്ട ശിവക്കേവലോഹം എന്നാണ്. ഏകോപശിഷ്ട ശിവക്കേവലോഹം. ഇതൊക്കെ ഇല്ലാണ്ടായാലും ആത്യന്തികമായിട്ട് നിലനിൽക്കുന്ന ശിവനാണ് ഞാൻ. ഏകോപശിഷ്ട ശിവക്കേവലോഹം. നമ്മളൊക്കെ ആത്യന്തികമായിട്ട് ശിവനാണ്. അതുകൊണ്ടാണ് നമ്മൾ ശിവോഹം എന്ന് പറയുന്നത്. ഞാൻ ശിവനാണ്. നാരായണോഹം കൃഷ്ണോഹം എന്ന് പറയാറില്ലല്ലോ. ഞാൻ ശിവനാണ്. ശിവനാണ് നമ്മുടെ ആത്മാവ്. ഈ ശരീരം എന്ന് പറയുന്നത് ദേവിയാണ്. ഇവർ രണ്ടുപേരും ഒരുമിച്ചിരിക്കുമ്പോഴാണ് ഈ പ്രഭാഷണമൊക്കെ നടന്നിരിക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, രഘുവംശത്തിന്റെ ആദ്യത്തെ ശ്ലോകത്തിൽ വാക്കും അർത്ഥവും എങ്ങനെ ഇരിക്കുന്നു, അതുപോലെ ശിവപാർവതിമാർ ഒരുമിച്ചിരിക്കുന്നു.
അങ്ങനെയുള്ള ഭഗവാന്റെ ഈ മൂന്നാമത്തെ കണ്ണ് അറിവാണെങ്കിൽ ഈ കാണാവുന്ന ചരാചരങ്ങളൊക്കെ തന്നെയാണ് ഞാൻ എന്നുള്ള ബോധ്യമാണ് ഭഗവാൻ ഈ മൂന്നാമത്തെ കണ്ണ് തുറക്കുമ്പോൾ ഉണ്ടാകുന്നത്. നമ്മൾ കേൾക്കും തിരുവാതിര കേട്ട് ശ്രീപാർവതിയുടെ കഥ വരുന്ന സമയത്ത് ഭഗവതിയെ സഹായിക്കാനായി കാമദേവൻ വരുന്നു. കാമദേവൻ ഭഗവാന് നേരെ പഞ്ചബാണങ്ങൾ പുഷ്പബാണങ്ങൾ അയക്കുന്നു. ശിവൻ മൂന്നാമത്തെ കണ്ണ് തുറന്ന് കാമനെ ഭസ്മമാക്കുന്നു. എന്താ യഥാർത്ഥത്തിൽ ചെയ്തത് ഭഗവാൻ? മൂന്നാമത്തെ കണ്ണ് തുറന്ന് കാമനെ ഭസ്മമാക്കുകയല്ല ഭഗവാൻ ചെയ്തത്. ഭഗവാൻ മൂന്നാമത്തെ കണ്ണ് തുറന്ന് നോക്കിയ സമയത്ത് ഭഗവാന്റെ അറിവാകുന്ന കണ്ണുകൊണ്ടാണ് ഭഗവാൻ നോക്കുന്നത് കാമനെ. അങ്ങനെ അറിവാകുന്ന കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഭഗവാൻ എന്താണ് അവിടെ കാണുന്നത്? പറയൂ. ഈ നിൽക്കുന്നതും ശിവൻ, ആ കാണുന്നതും നമുക്ക് പറയൂ ശിവനാണ്. നിങ്ങൾ കാണും രാജസൂയത്തിൽ ഭഗവാൻ സുദർശനം കൊണ്ട് ശിശുപാലനെ വധിക്കുന്ന സമയത്ത് ശിശുപാലന്റെ ദേഹത്തു നിന്നൊരു ജ്യോതിസ് ഭഗവാനിൽ വന്ന് ചേരുന്നു കൃഷ്ണനെടുത്ത്, അല്ലെ? അതുപോലെ കാരണം എന്താ? അത് ഭഗവാന്റെ അംശമാണ്. ഭഗവാൻ കാമദേവനെ നോക്കുന്ന സമയത്ത് ഈ നിൽക്കുന്നതും ശിവൻ, ആ കാണുന്നതും ശിവൻ. ആത്യന്തികമായിട്ടുള്ള ശിവനിലേക്ക് ആ ശിവൻ വന്ന് ചേരുന്നു. അതിന്റെ അടയാളമാണ് ഈ ഭസ്മം. അതാണ് ഭഗവാന്റെ തടയുന്നത്. മൂന്നാമത്തെ കണ്ണ് തുറന്ന് ഭഗവാൻ നോക്കുമ്പോൾ ബ്രഹ്മഭാവത്തോടുകൂടിയാണ് ഭഗവാൻ നോക്കുന്നത്. ഞാനും അതും തമ്മിൽ ഭേദഭാവമില്ല. ഞാൻ ഈ പ്രഭാഷണം തുടങ്ങിയത് ഗുരുവായൂരപ്പനും മഹാവിഷ്ണുവും ശിവനും തമ്മിൽ ഭേദഭാവമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്കിത് അവസാനിപ്പിക്കേണ്ടത്. മഹാദേവനും നമ്മളും തമ്മിൽ ഭേദഭാവമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഭഗവാൻ നോക്കൂ, ഇതൊക്കെ സിമിലർ ആണ്. എന്താണ് ഈ സുദർശനം? അതിന്റെ വാക്കിന്റെ അർത്ഥം എന്താ? സുദർശനം എന്നാണ്. യഥാർത്ഥത്തിലുള്ള കാഴ്ച ആണ്. യഥാർത്ഥത്തിലുള്ള കാഴ്ച കൊണ്ട് നോക്കുമ്പോൾ എന്താണ് കാണുന്നത്? ഈ നിൽക്കുന്നത് കൃഷ്ണൻ, ആ നിൽക്കുന്നതും കൃഷ്ണൻ. സുദർശനം അയച്ച് ഭഗവാൻ ഒരാളെ വധിച്ചു എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഒരാളെ ഇങ്ങനെ നോക്കിയതാണെങ്കിൽ അർത്ഥം ഈ നിൽക്കുന്നതും ബ്രഹ്മം, ആ നിൽക്കുന്നതും ബ്രഹ്മം. യഥാർത്ഥത്തിൽ ഇതൊക്കെ എന്നിൽ തന്നെ ഉള്ളതാണ്. ഭഗവാൻ ഗീത ഉപദേശിക്കുന്ന സമയത്ത് അർജുനോട് പറയുന്നുണ്ടല്ലോ, അർജുന ഈ ഞാൻ 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 എന്ന് സംസാരിക്കും. ആ ഞാൻ എന്ന് വിളിക്കുന്ന ബ്രഹ്മം, പരമായിട്ടുള്ള പുരുഷൻ, അതാണ് ഞാൻ എന്നുള്ള ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ പരമായിട്ടുള്ള പുരുഷനെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്. അതുകൊണ്ട് ആ ഭഗവാനെ ഭയക്കാതിരിക്കുക. ഒരാളോടും ശിവൻ എന്ത് തരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ധർമ്മം പറഞ്ഞോളൂ, അർത്ഥം പറഞ്ഞോളൂ, കാമം പറഞ്ഞോളൂ, മോക്ഷം പറഞ്ഞോളൂ. ഭഗവാൻ ഈ ഭയക്കേണ്ട ഒരാളാണ് എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കാതിരിക്കുക. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ, ഈ ഭഗവാന്റെ ഈ കിരാതമൂർത്തി ഭാവത്തിൽ ഭഗവാനെ മർദ്ദിക്കേണ്ടി വന്ന അർജുനൻ ഭഗവാനോട് അപേക്ഷിക്കുന്നുണ്ട്, ഭഗവാൻ അങ്ങേ ഞാൻ അടിച്ചല്ലോ, എനിക്ക് അങ്ങേ ആരാധിക്കാനുള്ള അവസരം തരണേ. അടുത്തൊരു ജന്മത്തിൽ നീ ഞാൻ ഏത് അവതാരമാണ് ഒപ്പെടുത്തുന്നത് ഈ രൂപത്തിൽ നീ ജനിക്കും, അന്ന് എനിക്ക് എന്നെ ഉപാസിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവും പറഞ്ഞ് അനുഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള അർജുനൻ ഒരു കാട്ടാളനായിട്ട് ജനിക്കുന്നു. മൂപ്പര് കാട്ടുകൂടെ നടക്കുന്ന സമയത്ത് അവിടെ അതേപോലെ ഒരു ശിവലിംഗം കാണുന്നു. എന്തോ അതിനകത്തൊരു സ്നേഹം അതിനോട് തോന്നുന്നു. ആ കാടൊക്കെ വെട്ടിത്തെളിക്കുന്നു. മനോഹരമായിട്ട് ആ ഒരു ഭാഗം മൊത്തം ക്രമീകരിക്കുന്നു. ശിവനാണെന്ന് മനസ്സിലായി. ശിവന് ധാര കഴിക്കണമെന്ന് അറിയാം. അവിടെ അടുത്തൊരു പോട്ട്, ഒരു ചെറിയ കുടം ഉണ്ടായിരുന്നു. അതിൽ പോയിട്ട് മുക്കി അടുത്തുള്ള നദിയിൽ നിന്ന് വെള്ളം കൊണ്ടുവരാൻ വിചാരിച്ച് കൊണ്ടുവരുന്ന സമയത്ത് കുടത്തിൽ ഓട്ടയുണ്ട്. തിരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് മുഴുവൻ വെള്ളം പാഴായി പോകുന്നു. അപ്പൊ കൈക്കുമ്പോൾ കൊണ്ടുവരാൻ നോക്കുന്നു, അത് നടക്കണില്ല. പിന്നെന്താ ചെയ്തത്? നേരെ വെള്ളത്തിൽ മുങ്ങി വായിൽ മുഴുവൻ വെള്ളം എടുത്തു. ശിവലിംഗത്തിലേക്ക് നോക്കി നീട്ടി തുപ്പിയിട്ട് പറഞ്ഞു, ഭഗവാനെ ഇത് എന്റെ ധാരയാണ്, അവിടുന്ന് സ്വീകരിക്കണേ. ഹാപ്പി ആയിട്ട് കഴിക്കാൻ എന്താണ് കൊടുത്തത്? ഞാൻ വേട്ടയാടുന്നത് എന്തോ അത് ഞാൻ നിനക്കും തരുന്നു. മാംസാണ് കൊടുത്തത്, മാംസം കൊടുത്തത്, അത് കഴിച്ചു. പുഷ്പാഞ്ജലി കഴിക്കണമെന്ന് കേട്ടിട്ടുണ്ട്. എന്താ ചെയ്യാ? അടുത്തൊരു മരം ഉണ്ടായിരുന്നു, അതിനെ കുറിച്ച് കുലുക്കി കുറെ പൂക്കൾ ആ ശിവലിംഗത്തിന്റെ മുകളിലേക്ക് വീണു. ഇതെന്റെ അർച്ചനായിട്ട് സ്വീകരിക്കണം ഭഗവാനെ. ഹാപ്പി ആയിട്ട് സ്വീകരിച്ചു. അങ്ങനെയുള്ള ഭഗവാൻ നമുക്ക് പരീക്ഷിച്ചിട്ട് ഒരു ഭക്തന് പോലും ഭക്തൻ എന്നുള്ള ടൈറ്റിൽ ഭഗവാൻ കൊടുക്കാറുണ്ട്. ഒരിക്കൽ വന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ, ഒരു കണ്ണിന്ന് ചോര വരുന്നു. കട്ടാള നോക്കിയ സമയത്ത് ഒരു കണ്ണിന്നാണ് ചോര വരുന്നത്. കട്ടാള ശിവലിംഗത്തിൽ നോക്കി പറയുന്നു, എനിക്കില്ലാത്ത കണ്ണ് നിനക്കില്ലാത്ത കണ്ണ് എനിക്കെന്തിനാ, എന്താ ഇരിക്കുന്നു നിർത്തോ. ഉടനെ അവതാഴിന്ന് ഒരു അമ്പെടുക്കണു, കണ്ണ് ചൂഴ്ന്നെടുക്കണു, ആ ശിവലിംഗത്തിൽ ഫിറ്റിലെടുക്കുന്നു. ഹാപ്പി ആയില്ലേ? ഭഗവാൻ ഹാപ്പി ആയിട്ട് തിരിച്ചു കാണിച്ചു. പക്ഷെ അപ്പോഴേക്കും രണ്ടാമത്തെ കണ്ണിൽ നിന്ന് ചോര വന്നു. ഈ കണ്ണും കൂടെ വേണമെങ്കിൽ പറഞ്ഞ പോലെ എങ്ങനെ വെറുതെ അഭിനയിക്കണമെന്നൊക്കെ പറഞ്ഞു അത്രയും ഫണ്ണി ആയിട്ടാണ്. വീണ്ടും അമ്പെടുക്കണു, രണ്ടാമത്തെ കണ്ണ് ചൂഴ്ന്നെടുക്കാൻ പോകുന്ന സമയത്ത് തടഞ്ഞു ഒരു കൈ കൊണ്ട്. അതെന്തുകൊണ്ടാ? ഭഗവാൻ ഈ കണ്ണും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് എവിടെ ഫിറ്റ് ചെയ്യണമെന്ന് അറിയില്ല. മൂക്കിന്റെ സ്ഥലത്ത് കൊണ്ട് വയ്ക്കാൻ പറ്റില്ലല്ലോ കണ്ണ്, വായുടെ സ്ഥലത്ത് കൊണ്ട് വയ്ക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാനൊന്ന് അടയാളം പിടിച്ചോട്ടെ എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? ഇടത്തെ കാല് പൊക്കി അതിന്റെ പെരുവിരൽ കണ്ണിലേക്ക് ചവിട്ടി പിടിച്ചു എന്നാണ് ശിവലിംഗത്തിന്റെ. ആ രീതികൾ ചെയ്യൂ.
നാളെ നമുക്ക് പോയിട്ട് ഇവിടെ പ്രവർത്തിക്കരുതേ. ശിവലിംഗത്തിലേക്ക് തന്റെ കാല് ഉയർത്തി അതിന്റെ കണ്ണിന്റെ സ്ഥാനത്ത് ചവിട്ടി പിടിച്ചിട്ട് രണ്ടാമത്തെ കണ്ണും ചൂഴ്ന്നെടുത്ത് കാലിന്റെ അടയാളം നോക്കി കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ അല്ലേ? ഭഗവാൻ സ്വയം പ്രത്യക്ഷപ്പെട്ട് പല ടൈപ്പ് ഭക്തരെ ഞാൻ കണ്ടിട്ടുണ്ട് മോനെ, ഇങ്ങനെ എനിക്ക് കണ്ണ് തന്നത് കൊണ്ട് നീ കണ്ണപ്പൻ എന്ന പേരിൽ അറിയപ്പെടട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. ഭഗവാൻ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഭക്തരുടെ പേരിൽ അതിന്റെ സിനിമയാണ് ഇറങ്ങിയത്, കണ്ണപ്പ. പല ആൾക്കാരും കണ്ടിട്ടുണ്ടാവും. ലാലേട്ടൻ ശിവനായിട്ട് അഭിനയിച്ചത്. എവിടെയാണ് ഭഗവാനെ ഭയന്നത് കണ്ണപ്പൻ? ശിവനെ എങ്ങനെ ചവിട്ടാൻ സാധിച്ചു? ശിവനെങ്ങനെ നീട്ടി തുപ്പാൻ സാധിച്ചു? ശിവനെങ്ങനെ മാംസം ധരിക്കാൻ സാധിച്ചു? ശിവനെങ്ങനെ പുഷ്പാഞ്ജലിക്കാൻ മരം പിടിച്ച് കുളിക്കാൻ സാധിച്ചു? അതായിരുന്നു നിഷ്കാം ഭക്തി. ഒന്നും പ്രതീക്ഷിച്ചില്ല, ഹാപ്പി ആയിട്ടിരുന്നാൽ മതി. അവിടുത്തെ സന്തോഷമാണ് എന്റെ സന്തോഷം. കാരണം അങ്ങ് സന്തോഷിച്ചാലേ ഞാൻ സന്തോഷിക്കും എന്ന് പറയുമ്പോൾ ആത്യന്തികമായിട്ട് എന്റെ ഉള്ളിലിരിക്കുന്ന ഭഗവാനെ അങ്ങ് സന്തോഷിച്ചാലേ എനിക്കും സന്തോഷം ഉണ്ടാവും എന്നുള്ള ബോധ്യം വനവാസിയായിട്ടുള്ള കാട്ടാളനായിട്ടുള്ള അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പഞ്ചഭൂത ലിംഗങ്ങളിൽ നിങ്ങൾ ഇന്ന് രാഹുദോഷം വരുന്ന സമയത്ത് ഏത് ജ്യോതിഷനും കവട്ടി നിരത്തി ഇത് അങ്ങോട്ട് പോയാൽ മതി എന്ന് പറയുന്ന ശ്രീകാളഹസ്തി എന്ന് വിളിക്കപ്പെടുന്ന ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയാണ് കാട്ടാളനായിട്ടുള്ള കണ്ണപ്പനിൽ നിന്നുണ്ടായത്. അപ്പൊ അതുകൊണ്ട് ഭഗവാന് പക്ഷാഭേദങ്ങളില്ല, ഭഗവാനെ ഭയക്കേണ്ടതില്ല. ഏറ്റവും അധികം എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു അച്ഛൻ ഒരിക്കലും മക്കളെ കൊന്നു കളയാൻ സാധിക്കില്ല. അങ്ങനെ കൊല്ലം അച്ഛന്മാരുണ്ട്, മഹാദേവൻ അങ്ങനത്തെ അച്ഛനല്ല. എല്ലാവരെയും സ്നേഹിച്ച് താനാക്കി മാറ്റാൻ ശ്രമിക്കുന്ന ഒരാളാണ്. നിങ്ങളൊക്കെ എന്നെ പോലാവുന്ന ഭഗവാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നെ പോലാവാൻ നിങ്ങൾ ആരാശ്രയിക്കും? ഭഗവാൻ പറഞ്ഞത് എന്നെ ആശ്രയിക്കുന്നതിന്റെ കൂടെ എന്റെ ഒപ്പം ഇരിക്കുന്ന ഒരാളുണ്ട്, ആ അമ്മയെ കൂടി ആശ്രയിക്കും. നിങ്ങളൊക്കെ വലിയ ഗുരുവായൂരപ്പന്റെ ഭക്തരായിട്ടുള്ള ആൾക്കാരല്ലേ? ഗുരുവായൂരപ്പനെ കിട്ടണമെങ്കിൽ ഗുരുവായൂരപ്പനെ ഭജിച്ച അമ്മയെന്ന് എവിടെയും പറയുന്നത് കേട്ടോ. ഗുരുവായൂരപ്പനെ കിട്ടണമെങ്കിൽ ആരെ ഭജിക്കണം? അമ്മയെ ഭജിക്കണം എന്നാണ്. ഇപ്പൊ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഈ സമയത്ത് ഇവിടെ സംസാരിക്കുന്ന സമയത്ത് ഇവിടെ ധനുവാണ്, ധനുവിലാണ് തിരുവാതിര. ഈ സമയം വേറെ ആൾക്കൂടെ വളരെ പ്രസിദ്ധമാണ്. ആർക്ക് ഈ സമയത്തിന് എന്താണ് പ്രശ്നം? ഇത് ഗുരുവായൂരപ്പനായിട്ട് വളരെ കണക്റ്റഡ് ആയിട്ടുള്ള മാസമാണ്. ഭഗവാൻ ഗീതയിൽ പറയുന്നു, വിഭൂതി യോഗത്തിൽ അർജുന, യജ്ഞങ്ങളിൽ ഞാൻ ജപയജ്ഞമാണ്, യജ്ഞാനാം ജപയജ്ഞോസ്മി, മുനീനാം അപ്യഹ വ്യാസ, മുനിമാരിൽ ഞാൻ വ്യാസനാണ്, സേനാനികളിൽ ഞാൻ സ്കന്ദനാണ്, പാണ്ഡവരിൽ ഞാൻ അർജുനനാണ്, ദേവന്മാരിൽ ഞാൻ ഇന്ദ്രനാണ്. ഇങ്ങനെ പറഞ്ഞു അവസാനം ഭഗവാൻ പറയും, മാസങ്ങളിൽ ഞാൻ ആരാണ്? മാസങ്ങളിൽ ഞാൻ മാർഗശീർഷ മാസമാണ്. ആ മാസമാണ് പോയി നടന്നുകൊണ്ടിരിക്കുന്നത്. മാർഗഴി തിങ്കളല്ല കേട്ടിട്ടില്ലോ അമ്മേ? ആണ്ടാവ് താൻ ചൂടിയ ഇന്നിപ്പോ എല്ലാവരും ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ആണ്ടാളുടെ, ശ്രീവല്ലിപുത്തൂരിലെ ആണ്ടാളുടെ ആ ജന്മമാസമായിട്ട് കണക്കാക്കുന്ന, അമ്മ ഭഗവാനെ ലയിച്ചു ചേർന്ന സമയമായിട്ട് കണക്കാക്കുന്ന സമയം. ഇവരൊക്കെ നമ്മളിൽ നിന്ന് വേറെ ആയിട്ടുണ്ട്. നോക്കൂ, ആണ്ടാൾ ഞാൻ പറയാറുണ്ട്, നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ആണ്ടാളാണ് ഈ മഞ്ജുള. ഗുരുവായൂരപ്പന് മാല കെട്ടി കൊടുക്കുന്നത്. എല്ലാ ദിവസവും തന്റെ അച്ഛൻ കെട്ടിയിരിക്കുന്ന മാല ഇട്ടിട്ട് കഴുത്തിട്ട് ഡാൻസ് കളിച്ചിട്ട് ഇതെന്റെ ഭർത്താവ് എന്ന് പറഞ്ഞ് അവിടെ ഊരിവെക്കും. വടവത്രശായി പെരുമാൾക്ക് കൊടുക്കാൻ 2 ദിവസം കൊണ്ടേ ചാർത്തി. 3-ാം ദിവസം ചാർത്തിയ സമയത്ത് കുട്ടിയുടെ മുടി കണ്ടു മാലയിൽ. വല്ലോരും ഇട്ട മാലയൊക്കെയാണോ ഭഗവാനെ ചാർത്തുന്നുണ്ട്, എടുത്ത് വലിച്ചെറിഞ്ഞു. വേറെ മാല കൊണ്ടുവരാൻ പറഞ്ഞു. അയ്യത് വേറെ മാല കൊണ്ടേ കൊടുത്തു. ഭഗവാന്റെ അശരീരി ഉണ്ടായിരുന്നു, എനിക്ക് അവളുടെ മുടിയുടെ മണമുള്ള മാല വേണം. അതാണ്ടാണ്. ഇവരൊന്നും നമ്മളിൽ നിന്ന് വ്യത്യസ്തരായിട്ടുള്ളവരല്ല പ്രിയപ്പെട്ടവരെ. നിങ്ങൾ ആരെങ്കിലും ഇവരെ ഭയപ്പെടുത്തിയും ശിവൻ അങ്ങനെയാണ്, ഗുരുവായൂരപ്പനെ കുറിച്ചുള്ള വേറെ സാധനം, ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ എല്ലാ ആവശ്യങ്ങളും ഭഗവാനോട് എടുക്കുന്നതാണ്. എന്തിന്? ഭക്തി തരാറ്. ഗുരുവായൂരപ്പനും മഹാദേവനൊക്കെ കൽപ്പവൃക്ഷമാണ്. നിങ്ങൾ എന്ത് ചോദിക്കുന്നു അത് തരും. അത് എന്തെങ്കിലും എടുത്തിട്ടല്ല, എന്തേ എടുക്കുള്ളൂ? ഞാൻ എന്ന ഭാവം, അത് മാത്രമേ എടുക്കുള്ളൂ. ഉള്ളിലുള്ള ദുർഗുണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാത്രമേ ഇല്ലാണ്ടാക്കുള്ളൂ. അല്ലാണ്ട് നമ്മുടെ പോലെ നീ എനിക്ക് താൽപ്പായം കഴിച്ചില്ല, നിന്റെ കാര്യം ഞാൻ ഒടിക്കും എന്ന് പറഞ്ഞ ആൾക്കാരെല്ലാവരും സ്നേഹത്തോടെ കാണുക. മഹാദേവൻ എനിക്ക് തോന്നുന്നുണ്ട് പലപ്പോഴും പല ആളുകൾക്കും ഭക്തിയാണ് ഭഗവാനോട് കൂടുതലുള്ളത്. ഗുരുവായൂരപ്പനോട് നമുക്ക് പലർക്കും സ്നേഹമാണ് കൂടുതലുള്ളത്. മഹാദേവനാണെങ്കിലോ മഹാദേവനോട് ഭക്തിയാണ് കൂടുതലുള്ളത്. ആ ഭക്തിക്കൊപ്പം തന്നെ കുറച്ചുകൂടെ സ്നേഹം കൂടെ നിങ്ങൾ ഭഗവാൻ കൊടുക്കുന്നു. ഭഗവാന് ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്നത് ഭഗവാൻ ഈ സ്നേഹം കിട്ടാനാണ്. അതിന് നിങ്ങൾ ഈ പറയുന്ന ക്ഷിപ്രബോധിയായിട്ടുള്ള ഭഗവാൻ നിങ്ങളുടെ ഒരു അടിമയെ പോലെ നിങ്ങൾ പറയണം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കൽ ഭഗവാൻ കൈലാസത്തിലിരിക്കുന്ന സമയത്ത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അമ്മയോട് കൂടി ഇരിക്കുന്ന സമയത്ത് ഒരു അമ്മ കയറി വരുന്നുണ്ട് ഇത്ര കൈലാസത്തിലേക്ക്.
പമ്പ നടന്നു വരുന്ന സമയത്ത് കൈലാസത്തിൽ അമ്മ എവിടെ കാല് വെച്ചാലും അവിടെ ശിവലിംഗം ഓട്ടോമാറ്റിക്കലി പൊട്ടി മുളക്കിയത്. എവിടെ കാല് വെച്ചാലും ശിവലിംഗം. അമ്മ എന്ത് ചെയ്തു? 2 കൈയിൽ കുത്തി കാല് മുകളിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ കയറിപ്പോയി. യോഗശക്തി കൊണ്ട് ഭഗവാൻ എണീറ്റ് നിന്നതാണ്. ദേവി പറഞ്ഞത്ര ഇവിടെ പല ആൾക്കാരും വന്നിട്ട് എണീറ്റ് കളി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പൊ ആരത്ര കേവപ്പെട്ട ആള് വരുന്ന ചോദിച്ചാൽ പറഞ്ഞു എന്റെ അമ്മ വരുന്നു. അമ്മ എനിക്കറിയാം, ചുട്ട പഴം വേണോ ചുടാത്ത പഴം വേണമെന്ന് മുരുകൻ ചോദിച്ച ആ ഔവയാറാണ് കയറി വന്നിരുന്നത്. തമിഴ് സമ്പ്രദായത്തിൽ ഭഗവാന്റെ ഏറ്റവും പരഭക്തന്മാരായുള്ള നായന്മാരുടെ പ്രതിമകൾ ശിവക്ഷേത്രത്തിൽ വെക്കും. അതിൽ ഒരാൾ മാത്രമേ സ്ത്രീ ഉള്ളൂ, അത് ഔവയാറാണ്. ആ ഒരാളുടെ പ്രതിമ മാത്രമേ ഇരിക്കുന്ന രൂപത്തിൽ ക്രമീകരിക്കുള്ളൂ, ബാക്കി എല്ലാവരും നിൽക്കവും. നേരത്തെ പറഞ്ഞ കണ്ണപ്പനടക്കം ഔവയാറുടെ പ്രതിമ ശിവക്ഷേത്രത്തിൽ ഇരിക്കുന്ന രൂപത്തിൽ വെക്കുള്ളൂ. കാരണം എന്താ? ഭഗവാന്റെ അമ്മയുടെ സ്ഥാനം. ഇത്രയധികം മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ പിടിച്ചിട്ട്, ഭഗവാനെ മനുഷ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കാണുന്നു, അങ്ങനെ ഒരാളെ പിടിച്ചിട്ട് ഈ ഭയത്തിന്റെ, കോപത്തിന്റെ, ശൂലത്തിന്റെ, പാമ്പിന്റെ, ചുടലഭസ്മത്തിന്റെ ഒക്കെ അംബാസഡർ ആക്കി മാറ്റുന്ന സമയത്ത് നമ്മൾ എന്താണ് ഭഗവാൻ കൊടുക്കുന്നത്? ഭയം. നീ ആശ്രയിച്ചു കഴിഞ്ഞാൽ നിന്റെ വിധി പോലും മാറ്റുന്ന ഒരു ഭഗവാനാണ് ഇവിടെ ഉള്ളതെന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെയും കുട്ടികൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. എല്ലാത്തിനും മുകളിൽ വിധി ഉണ്ടല്ലോ, അല്ല, എല്ലാത്തിനും മുകളിൽ മഹാദേവനുണ്ട്. ആ ഭാവത്തിൽ ഭഗവാനെ കാണാനും ഭഗവാന്റെ ഉത്സവാദി ചടങ്ങുകളിൽ പങ്കെടുക്കാനും ഒപ്പം തന്നെ അമ്മേ നമുക്ക് മറന്നുകൊണ്ട് മഹാദേവനെ ഒന്നും തന്നെ നേടാൻ സാധിക്കില്ല. അമ്മയുടെ അനുഗ്രഹം കൂടിയ തീരും. പണ്ട് ഒരു മഹർഷി എന്ന് പലർക്കും പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഈ മെയിൻ ഷോവിനിസ്റ്റുകളോട് മഹാദേവന് വലിയ താല്പര്യമില്ല. ഈ സ്ത്രീകളെ ആരാധിക്കാത്ത ആളുകളോട് ഭഗവാന് പോലും വലിയ താല്പര്യമില്ല എന്നാണ്. അപ്പം ഒരു മഹർഷി വന്ന സമയത്ത് അദ്ദേഹം വലിയ ശിവഭക്തനൊക്കെയാണ്, പക്ഷെ അമ്മയെ ആരാധിക്കില്ല, പുരുഷന്മാരെ മാത്രമേ ആരാധിക്കുള്ളൂ. അപ്പൊ അദ്ദേഹം നോക്കിയ സമയത്ത് സാധാരണ കൈലാസത്തിലുള്ള സമയത്ത് ഭഗവാൻ ഒറ്റയ്ക്കത്ര ഉണ്ടാവാറുള്ളൂ. ഇപ്പൊ നോക്കിയപ്പോ അമ്മയും കൂടെ ഒരുമിച്ചിരിക്കുക, രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്ന സമയത്ത് പ്രദക്ഷിണം വെക്കാൻ പറ്റുന്നില്ല ഭഗവാന്. കാരണം പ്രദക്ഷിണം വെച്ചാൽ ആർക്കൂടെ പോവും? ദേവിക്കൂടെ പോവും. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു വണ്ടിന്റെ രൂപം എടുത്തിട്ട് ഭഗവാന്റെ കാലിന്റെ ചുറ്റും ഇങ്ങനെ കറങ്ങാൻ തുടങ്ങി. അപ്പൊ ദേവി ചോദിച്ചു ഇദ്ദേഹത്തിന് ആത്മാവ് മാത്രം മതി എന്നാണ് പറയുന്നത്, ശരീരം ഞാൻ എടുത്തോട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥന എടുത്തു. നമ്മുടെ ഈ ശരീരം ദേവിയാണ്, ഇതിനകത്തിരിക്കുന്ന ആത്മാവ് ശിവനാണ്. ഇത് രണ്ടും ഒരുമിച്ചിരിക്കുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സത്ത് ഉള്ളത്, ശിവശക്തി ഐക്യം. ശിവനും ശക്തിയും വേറെ അല്ല, രണ്ടും ഒന്ന് തന്നെയാണെന്നുള്ള ആധ്യാത്മികമായിട്ടുള്ള ആത്യന്തികമായിട്ടുള്ള അറിവ് ഭഗവാൻ ഉണ്ടാക്കുന്നത്. ആ അമ്മയെ ആശ്രയിക്കുക ഭഗവാനെ. കക്കശ്ശേരി ഭട്ടതിയോട് ചോദിക്കുന്നുണ്ട്, ആപത്ത് വരുമ്പോ എന്ത് ചെയ്യണം? സ്മരണീയം ചരണയുഗളമായ അമ്മയെ ആശ്രയിക്കുക. ആ ചൊക്കാനിക്കര ഭഗവതിയെ ആശ്രയിച്ച് നമുക്ക് എല്ലാവർക്കും സാക്ഷാൽ ശ്രീ മഹാദേവനെ സാക്ഷാത്കരിക്കാൻ സാധിക്കട്ടെ. ഭഗവാന്റെ ഉത്സവത്തിൽ നാളെ ശ്രീരാമ പട്ടാഭിഷേകം നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് കാണണം. മഹാദേവന്റെ മറ്റൊരു ഏറ്റവും വലിയ ഭക്തൻ എന്ന് പറഞ്ഞാൽ ആരാ? ശ്രീരാമനാണ്. രാമേശ്വരം എന്ന് വിളിക്കുക. രാമേശ്വരത്തുള്ള പ്രതിഷ്ഠ ആരാ? ശ്രീരാമനാണോ? മഹാദേവനാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ത്യാഗരാജൻ എന്ന് വിളിക്കുന്ന ആരെയാണ്? ഭഗവാനാണ്. അങ്ങനെയുള്ള ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തനായിട്ടുള്ള രാമൻ, അദ്ദേഹത്തിന്റെ പട്ടാഭിഷേക കഥ ഇവിടെ നടക്കുന്ന സമയത്ത് നോക്കൂ, ഭഗവാന്റെ സന്തോഷം. നിങ്ങളത് വെറുതെ കളി ഗ്യാപ്പ് കിട്ടിയപ്പോ പട്ടാഭിഷേകം ആയിക്കോട്ടെ എന്ന് എഴുതി വെച്ചാണെന്ന് എനിക്കറിയില്ല, പക്ഷെ അത് കാണുന്ന സമയത്ത് ആ ഭഗവാൻ അത്യധികം സന്തോഷിക്കുന്നതാണ്. കാരണം തന്റെ ഭക്തനായിട്ടുള്ള രാമൻ പട്ടാഭിഷിക്തനായിട്ട് ആ രാജ്യഭാരം കയറ്റിയെടുക്കുന്ന സമയത്ത് ആ ശ്രീകോവിൽ ഇരിക്കുന്ന ഭഗവാൻ സന്തോഷിക്കും. കാരണം എന്താ? എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനാണ് എഴുതിയായിട്ട്. പരമാവധി ദക്ഷാവൊക്കെ നടത്താതിരിക്കുക ശിവക്ഷേത്രങ്ങളിൽ. കാരണം വെറുതെ ഈ സതി മരിച്ചതൊക്കെ വീണ്ടും ഭഗവാൻ ഓർമ്മിപ്പിക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള കഥകളൊക്കെ നടത്തുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ലോകം കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ശിവഭക്തന്മാരിൽ 2 പേരാണ് ശ്രീരാമനും രാവണനും. ഞാൻ ഇത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. വാൽമീകി രാമായണത്തിന്റെ പല വ്യാഖ്യാനങ്ങളിലും യുദ്ധം ചെയ്യാനായിട്ട് രാവണൻ അപ്പുറത്തെ ഭാഗത്ത് നിൽക്കുമ്പോൾ രാമൻ ഇവിടെ നിൽക്കാറുണ്ട്. ഈ രാവണന്റെ ചൈതന്യം കണ്ടിട്ട് രാമന് പോലും തോന്നി ഇത്ര വലിയൊരു മഹാത്മാവ് ഇത് ആരാണ്? പല ആൾക്കാരും എന്നോട് യുദ്ധം ചെയ്യാൻ വന്നിട്ടുണ്ട്, ഇത്രയും ചൈതന്യ ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, ഇത് ആരാന്ന് ചോദിച്ചപ്പോ അപ്പോഴാണ് മറ്റാൾക്കൊരു അവസരം കിട്ടിയത്. അനിയന് വിഭീഷണന് ഇതുവരെ മുമ്പിൽ മിണ്ടാൻ നിൽക്കായിരുന്നു. അപ്പൊ പ്രൗഢകൾ കൂടി പറഞ്ഞു, ഇതാണ് എന്റെ ഏട്ടൻ രാമ, അതാ കാണുന്നതാണ് രാവണൻ. പിന്നെ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടോടനെ കുറെ കാലമായി എന്റെ ഭാര്യ അടിച്ചോണ്ടോ നിന്നെ ഞാൻ നോക്കി നടക്കുന്നതുകൊണ്ട് അങ്ങനെ അമ്പയ്യല്ല ചെയ്തത്. രാമനും രാവണനും 2 പേരും അസ്ത്രവും ധനുസും ഒക്കെ താഴെ വെച്ചു. 2 പേരും കൈകൂപ്പി എന്നിട്ട് എന്ത് പറഞ്ഞു? ഓം നമഃശിവായ എന്ന് പറഞ്ഞിട്ടാണ് ആദ്യത്തെ അസ്ത്രം ചെയ്യുന്നത്. കാരണം 2 ശിവഭക്തന്മാര് തമ്മിൽ കാണുന്ന സമയത്ത് അതാണ് ആദ്യം ചെയ്യേണ്ടത്. 2 പേർക്കും ബോധ്യം ഉണ്ടായിരുന്നു.
രാവണന്റെ ആയുസ്സായിട്ട് പറയും 20,000 വർഷമാണ്. 19,999 വർഷവും നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. കുറെ ശാപം കിട്ടിയിട്ടുണ്ട് പലയിടത്തുനിന്നും. അവിടെ നിന്ന് കിട്ടി, ഇവിടെ നിന്ന് കിട്ടി, പരകന്മാര് ശപിച്ചു, മറ്റൊരു ശപിച്ചു. ഈ ശാപമൊക്കെ കിട്ടിയിട്ടുണ്ട്. അവസാനത്തെ 1 വർഷം അനുഭവിക്കേണ്ടി വന്നുള്ളൂ രാവണന്. ആ 1 വർഷത്തെ കഥയാണ് രാമായണം. 19,999 കൊല്ലവും ആ മനുഷ്യനെ ഈ ലോകം മുഴുവൻ ഭയപ്പെടുന്ന ഭരണാധികാരിയായിട്ട് നടത്തിയ ഒരൊറ്റ ശക്തിയുള്ളൂ, ശിവഭക്തിയാണ്. ശിവനോടുള്ള ഭക്തിയാണ്, ഭഗവാൻ അനുഗ്രഹമാണ്. ആ ഭഗവാനെ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ദേശനാഥനായിട്ട് കിട്ടിയിരിക്കുന്നു. ഏതൊരു ഭഗവാനെയാണോ എന്നെ മാത്രം നിങ്ങൾ കണ്ടാൽ പോരാ, എനിക്ക് ഈ സ്ഥാനം തന്ന അമ്മിയൂരപ്പനെ കൂടി കണ്ടാലേ എന്റെ ദർശനം പൂർത്തിയാകും. ഈ ഭഗവതിയുടെ അമ്പലത്തിൽ നിന്ന് തിരിഞ്ഞു നിന്ന് മതിലേക്ക് നോക്കിയിട്ട് അങ്ങോട്ട് നോക്കിയാൽ അമ്മിയൂര് കാണാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന രീതിയൊക്കെ നമുക്ക് മാറ്റാം. അവിടെ പോയി ഭഗവാനെ കാണുക എന്നുള്ളതാണ് ഗുരുവായൂർ ദർശനത്തിലേക്ക് മുഴുവനായിട്ടുള്ള രീതി. ഷോർട്ട് കട്ട് വേണ്ട. മഹാദേവന് ഷോർട്ട് കട്ട് ഇഷ്ടമല്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് ഗുരുവായൂരിന് ആകെ 700 മീറ്റർ ഉള്ളൂ, 700 മീറ്റർ ഒക്കെ ഉള്ളൂ അമ്മിയൂർ അമ്പലത്തേക്ക്. പഴയ റെസ്റ്റോറൻറ്റേക്ക് 1.5 കിലോമീറ്റർ അവിടെ തിരക്കിട്ടുള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മാറി ഭഗവാനെ പോയി കാണാൻ നമുക്ക് സാധിക്കട്ടെ, ഭഗവാൻ അനുഗ്രഹം നേടാൻ സാധിക്കട്ടെ. ഞാൻ എല്ലായിടത്തും പറയാനുള്ള വാക്കുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമുക്ക് അല്ലെങ്കിൽ എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ ഏത് പ്രഭാഷണത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ഗുരുവായൂരപ്പ എന്നുള്ളത്. ഈ ഗുരുവായൂരപ്പ അല്ലെങ്കിൽ എന്റെ ഗുരുവായൂരപ്പ എന്ന് വിളിക്കാനുള്ള ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാക്കി തന്നത് ഈ ഇരിക്കുന്ന ഭഗവാന്റെ കാൽപാദം പതിഞ്ഞ മണ്ണാണ് ഗുരുവായൂർ. അവിടെയാണ് ഗുരുവും വായും വന്ന് ആ വിഗ്രഹം പ്രദർശിക്കുന്നത്. എന്താ, ശിവന്റെ കാല് പതിഞ്ഞ മണ്ണിനേക്കാൾ പരിശുദ്ധി മറ്റൊന്നിനുമില്ല എന്നുള്ള ബോധ്യം ഉണ്ടായിരുന്നു. ഇവിടെ മഹാദേവന്റെ കാൽപാദം പതിഞ്ഞ മണ്ണാണ്, സജ്ജനങ്ങളായിട്ടുള്ള നിങ്ങളുടെ കാൽപാദം പതിഞ്ഞ മണ്ണാണ്. ഇവിടെ വരാനും കിട്ടിയ സമയത്ത് അല്പസമയം ഞാനൊരു ഓട്ടപ്രദക്ഷിണ നടത്തിയത്. ആ സമയം കൊണ്ട് ഭഗവാനെ കുറിച്ച് അല്പസമയം നിങ്ങളോട് സംസാരിക്കാനും ഒരവസരം തന്ന ഇതിന്റെ ഭാരവാഹികൾക്കും ഒരാൾ എണീറ്റ് പോകണമെന്ന് ഞാൻ കണ്ടില്ല. താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം ഇവിടെ ഇരുന്നതിന് വളരെയധികം സന്തോഷം. ഇനിയും കാണാൻ സാധിക്കട്ടെ. ഭഗവാൻ സന്തോഷം.